ഹായ് ഫ്രണ്ട്സ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ അതിന്റെ റിട്ടേൺസും റിസ്ക്കും നോക്കിയിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും ആ റിട്ടേൺസും റിസ്ക്കും എങ്ങനെ മെഷർ ചെയ്യാമെന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പം റിട്ടേൺസ് മെഷർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ടെങ്കിലും നമ്മൾ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത് മീൻ റിട്ടേൺസ് ആണ് നമ്മൾ യൂഷ്വലി സെലക്ട് ചെയ്യുന്നത്. പിന്നെ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേരിയൻസ് അഥവാ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും മെഷർ ചെയ്യാൻ റിട്ടേൺസും റിസ്ക്കും മെഷർ ചെയ്യാനായിട്ട് നമ്മൾ കഴിഞ്ഞ പാസ്റ്റ് n പീരീഡ്സ് ഓഫ് ഡേറ്റ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോസിൽ നമ്മൾ ഈ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് എങ്ങനെ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന റിട്ടേൺസിനെ പ്രെഡിക്റ്റ് ചെയ്യാം എന്നതിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സോ ഈ പാസ്റ്റ് ഡേറ്റനെ എല്ലാം നമ്മൾ ഒരു ഗ്രാഫ് ഫോർമാറ്റിലാക്കിയിട്ട് ആ ഗ്രാഫിന്റെ ഷേപ്പ് വെച്ചിട്ടാണ് നമ്മൾ പ്രഡിക്ഷൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്കറിയാം നാളത്തെ പ്രഡിക്ഷൻ നമുക്കൊരു പ്രോബബിലിറ്റി വാല്യൂയിലേക്ക് കിട്ടത്തുള്ളൂ. കാരണം ഒരു സ്റ്റോക്കിന് ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും പോവാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പ്രോബബിലിറ്റി വെച്ചിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. സേ ഇഫ് ദ പ്രോബബിലിറ്റി ഓഫ് ദ സ്റ്റോക്ക് giving returns in the range of 10 to 15% is maybe 50% ആണ്. There is a 50% probability that the stock will give returns in this particular range. അങ്ങനെ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ നടത്താൻ വേണ്ടി പറ്റും. അപ്പം ആ പ്രഡിക്ഷൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ പഠിക്കും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, പിന്നെ അതിന്റെ വേരിയേഷൻസ് ആയിട്ടുള്ള സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്സും കൂടെ ഈ വീഡിയോയിൽ നമുക്ക് പഠിക്കും. ബേസിക്കലി ഇത്രയും മനസ്സിലാക്കി വെച്ചോളൂ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് പാസ്റ്റ് ഡേറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്യൂച്ചർ റിട്ടേൺസ് പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് തുടങ്ങിയേക്കാം. ഹൗ വിൽ വി ഡു ഇറ്റ്? ഞാൻ പറഞ്ഞു ആ ഗ്രാഫിന്റെ ഷേപ്പിൽ നിന്നാണ് നമുക്ക് പല ഇൻസൈറ്റ്സും കിട്ടുന്നത്. സോ അതിനു മുന്നേ നമുക്ക് ജനറലൈസ്ഡ് ആയിട്ട് ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒരു റാൻഡം ഡേറ്റ എടുത്തിട്ട് അതിനെ പ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കൂ. സേ നിങ്ങൾ ഒരു 1000 ആൾക്കാരെടുത്ത് പോയിട്ട് അവരുടെ ഹൈറ്റ് ചോദിക്കൂ, അല്ലെങ്കിൽ അവരുടെ വെയിറ്റ് ചോദിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ സ്വയമേ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുന്നത് എത്ര മണിക്കാണ് എന്നുള്ള ടൈം നിങ്ങൾ പ്ലോട്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുന്ന സമയം നിങ്ങൾ പ്ലോട്ട് ചെയ്യുക. അങ്ങനെ എന്ത് പ്ലോട്ട് ചെയ്താലും നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ ഷേപ്പിലുള്ള ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മളിപ്പം ഒരു n നമ്പർ ഓഫ് പീപ്പിൾ, ഇഷ്ടംപോലെ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവരുടെ ഹൈറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത് വെച്ചോളൂ. അങ്ങനെ ഹൈറ്റ് ചോദിക്കുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് ആരും എവിടെയും എന്താ പറയാ മാത്തമാറ്റിക്കലി ഡിറൈവ് ചെയ്ത ഗ്രാഫ് ഒന്നുമല്ല. ബൈ നേച്ചർ, ബൈ യൂണിവേഴ്സലി ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ ഗ്രാഫ് കിട്ടുന്നത്. അത് വേറൊന്നുമല്ല, സിമെട്രിക്കലാണ്. ഈ ഗ്രാഫ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ ലെഫ്റ്റിലോട്ടും ഇതിന്റെ റൈറ്റിലോട്ടും ഈക്വൽ ചാൻസ് അല്ലെങ്കിൽ ഈക്വൽ സിമെട്രിക്കലാണ്. ബേസിക്കലി അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും സെയിം ചാൻസസ് ഉണ്ട്. അതായത് നിങ്ങൾ യൂഷ്വലി എഴുന്നേൽക്കുന്ന സമയം അല്ലെങ്കിൽ യൂഷ്വലി ആൾക്കാർക്ക് മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് ഉള്ള ഒരു ഹൈറ്റിന്റെ റേഞ്ച് ഉണ്ടാവും. സോ അത് ഇവിടെ സെൻട്രലിൽ ഹൈ ആയിട്ട് വരും. അപ്പൊ ഈ ഗ്രാഫിനെ പറ്റി പറയുവാണെങ്കിൽ ഇതിന്റെ y ആക്സിസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമുക്ക് കുഞ്ഞാൾ മുതലേ സ്കൂളിൽ പഠിച്ചതാണ്. ഫ്രീക്വൻസി ഇസ് എ നമ്പർ ഓഫ് ടൈംസ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പം ഒരാൾക്കാരെടുത്ത് പോയി അവരുടെ ഹൈറ്റ് ചോദിച്ചാൽ എത്ര ആൾക്കാരാണ് ഈ പറയുന്ന ഹൈറ്റിൽ, ഈ 170 സെന്റിമീറ്റർ ടു 172 സെന്റിമീറ്റർ ഹൈറ്റിനുള്ളിൽ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളതാണ് ഈ ഫ്രീക്വൻസി അഥവാ y ആക്സിസ് പറയുന്നത്. അപ്പം ഹൈറ്റ് ഓഫ് ദിസ് ഈച്ച് ഓഫ് ദ ബ്ലോക്ക് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ച് എന്ന് പറയുന്ന ഹൈറ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് തരുന്നത് അല്ലേ. പിന്നെ ഇവിടെ നമ്മുടെ x ആക്സിസ് ഉണ്ട്. x ആക്സിസിൽ ഹൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആണ്. നിങ്ങൾ ഏത് ഡേറ്റ എടുത്ത് പ്ലോട്ട് ചെയ്താലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വാല്യൂ, ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നിങ്ങളുടെ ഗ്രാഫ് വരാൻ പോകുന്നത്. സേ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്ന ദിവസങ്ങൾ എല്ലാം എടുത്ത് പ്ലോട്ട് ചെയ്താൽ നിങ്ങൾ യൂഷ്വലി മെജോറിറ്റി ഓഫ് ദ ടൈംസ് എഴുന്നേൽക്കുന്നത് മേ ബി ഈ ഒരു ബ്ലോക്കിലായിരിക്കും. പിന്നെ ചില ദിവസങ്ങളിൽ നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ചില ദിവസങ്ങളിൽ നിങ്ങൾ ഉച്ചയ്ക്ക് 12 മണിക്കായിരിക്കും എഴുന്നേൽക്കുന്നത്. സോ അതൊരു ഔട്ട്ലയർ ആണ്. അത് ഇവിടെ വരും. ചിലപ്പോൾ നിങ്ങൾ അതിരാവിലെ എഴുന്നേൽക്കും, അതും ഒരു ഔട്ട്ലയർ ആണ്. അതും നമുക്ക് ഈ ഡയറക്ഷനിൽ വരും. അതായത് നിങ്ങൾ മെജോറിറ്റി ഓഫ് ദ ടൈം നിങ്ങൾ ചെയ്യുന്ന ഒരു സംഗതി ഇവിടെ വരും. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ അധികം ചെയ്യില്ല, പക്ഷെ അതും ചെയ്യാറുണ്ട്. സോ അതിനെ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങോട്ട് നമ്മൾ ഡിവീറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതും. പിന്നെ നമ്മളിവിടെ റേഞ്ചിലാണ് ഈ ബോക്സസ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 172 സെന്റിമീറ്റർ, 172 to 174 സെന്റിമീറ്റർ, അങ്ങനെ ഓരോ ബക്കറ്റിലിട്ട്, അതായത് ഒരു റേഞ്ചിലാണ് നമ്മൾ ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. എന്തുകൊണ്ട് റേഞ്ചിൽ എക്സ്പ്രസ് ചെയ്യുന്നു വെച്ചാൽ നമ്മൾ 1000 ആൾക്കാരുടെ അടുത്ത് പോയാൽ അവരുടെ 1000 ആൾക്കാരുടെ ഹൈറ്റും
ഡിഫറെന്റ് ആയിരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഇൻ ദ ഡെസിമൽ വാല്യൂസിലെങ്കിലും അവരുടെ ഹൈറ്റിൽ ഡിഫറൻസ് സംഭവിക്കും. ചിലർക്ക് 180.1 സെന്റിമീറ്റർ ആയിരിക്കും, ചിലർക്ക് 180.1115 സെന്റിമീറ്റർ ആയിരിക്കും. മേ ബി അങ്ങനെ നമുക്ക് ഉപയോഗിക്കാമല്ലോ. അതായത് ഒരു 170 to 172 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഹൈറ്റിന്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. ഇൻഫിനിറ്റ് ആൾക്കാരുണ്ടെന്നല്ല, ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ബക്കറ്റിലിട്ട് വിളിക്കുന്നത്. കാരണം 1000 ആൾക്കാരുടെ അടുത്ത് പോയി അവരുടെ ഇൻഡിവിജ്വൽ ഹൈറ്റ് നമ്മൾ പ്ലോട്ട് ചെയ്യാൻ നിന്നാൽ നമുക്ക് ഇറ്റ് ഡസൻ മേക്ക് എനി സെൻസ്. ആ 1000 നമ്പേഴ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യണം. പകരം നമ്മൾ അതിനെ ബക്കറ്റിലാക്കി 170 to 172 സെന്റിമീറ്ററിനകത്തുള്ള ആൾക്കാരുടെ എണ്ണം, ഹൈറ്റിനകത്തുള്ള എണ്ണം. സോ ഒരു ബക്കറ്റിനകത്ത് നമുക്ക് ഒരു വാല്യൂസ് കിട്ടി. ഓരോ ഹൈറ്റും നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. കാരണം ഇൻഡിവിജ്വലി ഓരോരുത്തർക്കും ഓരോ യുണീക്ക് ഹൈറ്റ് ആണ് ഉള്ളത്, അല്ലെ? സ്റ്റോക്ക് മാർക്കറ്റിന്റെ കേസ് എടുത്താൽ നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ എടുത്തിട്ട് നോക്കുവാണ്, ഡെയിലി റിട്ടേൺസ് എടുത്ത് നോക്കുവാണെങ്കിൽ മേ ബി നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിൽ 3.5% എന്നായിരിക്കും കാണിക്കുന്നത്. പക്ഷേ ആ 3.5 എന്ന് പറയുന്നത് റൗണ്ട് അപ്പ് ചെയ്തിട്ടുള്ള വാല്യൂ ആയിരിക്കും. മേ ബി 3.4444999999 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. മറ്റേത് 3.50000001 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതായത് ഒരു സ്റ്റോക്ക് മാർക്കറ്റിലും ഡെയിലി റിട്ടേൺസോ അല്ലെങ്കിൽ വീക്ക്ലി റിട്ടേൺസോ എന്ത് റിട്ടേൺസ് എടുത്താലും വി ക്യാൻ സേഫ്ലി അസ്യൂം ദാറ്റ് no 2 days return will be the same. അതായത് അതിന്റെ ഡെസിമൽ വാല്യൂസിൽ ഒരു വ്യത്യാസം വരും. സോ 3.5 to 4% റിട്ടേൺസ് എന്ന് പറയുന്ന ഒരു ബക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിനകത്ത് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, ഇൻഫിനിറ്റ് ഒബ്സർവേഷൻസ് ഉണ്ടെന്നല്ല, ഇൻഫിനിറ്റ് വാല്യൂസ് ആർ പോസിബിൾ. ഓക്കെ, അതാണ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറയുന്നത്. സോ എനിവേ, നമ്മുടെ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് y ആക്സിസിൽ ഫ്രീക്വൻസിയും x ആക്സിൽ ഹൈറ്റ് ഓഫ് ദ ഇൻഡിവിജ്വൽസും, ഈ ഹൈറ്റ് ഓഫ് ഈച്ച് ബ്ലോക്ക് അല്ലെങ്കിൽ ഈച്ച് റേഞ്ച് ഗീവ്സ് എ ഫ്രീക്വൻസി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ event happening. What does this graph tell you? Most of the height is concentrated in a particular central bucket. There is almost equal deviations from this central bucket. That is, the graph is almost symmetrical about the center. The more people you take into consideration, the more defined this graph will become. This is an important point. അതായത് നിങ്ങൾ 1000 പേരെടുത്ത് പോയാൽ മേ ബി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വന്നിരിക്കും. പക്ഷെ നിങ്ങൾ 1 കോടി ആൾക്കാരെടുത്ത് പോയി ഈ ഡേറ്റ എടുക്കുവാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു രീതിയിൽ കിട്ടും. ആൾക്കാർ കൂടുന്തോറും ഈ ഗ്രാഫിന്റെ ഷേപ്പും കൂടുതൽ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, ദിസ് ഇസ് നോട്ട് ജസ്റ്റ് ആപ്ലിക്കബിൾ ടു ഹൈറ്റ്സ്. നിങ്ങൾ എന്തും എടുത്തോളൂ, ഞാൻ പറഞ്ഞു വെയിറ്റ് എടുത്തോളൂ, നിങ്ങൾ ആൾക്കാരുടെ ഫുട്ട് സൈസ് എടുത്തോളൂ, അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പിൽ എല്ലാ ദിവസവും ബസ് വരുന്ന സമയം എടുത്തോളൂ, എന്തെടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. ഗാൽട്ടൺ ബോർഡ് എന്നും പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. അതായത് കുറെ ബീഡ്സിനെ നമ്മൾ ഒരു ഹോളിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ അതും ഈ പറയുന്ന ഒരു ഷേപ്പിലായിരിക്കും ആ ബീഡ്സ് വന്ന് ഫോം ചെയ്യുന്നത്. നിങ്ങൾ ഗാൽട്ടൺ ബോർഡ് എന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ മതി, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. എനിവേസ്, ദിസ് ഗ്രാഫ് അല്ലെങ്കിൽ ഈ ഷേപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് സോ ഓർഡിനറി ആൻഡ് നോർമൽ അറൌണ്ട് us that people started calling it normal distribution. അതുകൊണ്ടാണ് ഈ ഗ്രാഫിനെ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പിനെ ഇതിനെ ബെൽ ഷേപ്പ് കർവ് എന്ന് വിളിക്കും. സോ ബെല്ലിന്റെ കണക്കിരിക്കുന്നത് അതിനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ കേസിൽ ഇഫ് വി ടേക്ക് ദ റിട്ടേൺസ് ഓഫ് എനി സ്റ്റോക്ക്, നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്റ്റോക്കിന്റെ റിട്ടേൺസ് ഓവർ ദ പ്രീവിയസ് മെനി പീരീഡ്സ് നമ്മൾ എടുക്കുവാണ്. നമ്മുടെ ഇഷ്ടമുള്ള ഒരു സ്റ്റോക്കിന്റെ പ്രീവിയസ് പീരീഡ്സിലെ റിട്ടേൺസ് എടുത്ത് അതിനെ പ്ലോട്ട് ചെയ്ത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഇതേപോലെ ഇതേ ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് യൂഷ്വലി ആ സ്റ്റോക്ക് തരുന്ന റിട്ടേൺസ് ഒരു സെൻട്രൽ ബക്കറ്റിൽ ഉണ്ടാവും. അതിൽ നിന്നും അതേസമയം കുറച്ച് ദിവസങ്ങളിൽ ബാക്കി റിട്ടേൺസ് വരുന്ന ദിവസങ്ങളും ഉണ്ട്. സോ അങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് എന്താ പറയുക ഈ പറയുന്ന സ്റ്റോക്കിന്റെ ഗ്രാഫും കിട്ടുന്നത്. In the previous example with the heights, we made buckets like 168 to 170, 170 to 172, 170 to 174. അതായത് at least some of you might have noticed that the end of one bucket is the beginning of the next bucket. അപ്പം ഞാൻ പറഞ്ഞു already a person's height is 170 centimeter. In which bucket will you put the person? 160 to 170 or 170 to 172?
This confusion happens because of decimals rounding up. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. Let us case of our stock returns. ഒരു സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ 10-20 വർഷത്തെ ഡേറ്റ, ഡെയിലി റിട്ടേൺസ് ആവാം, വീക്ക്ലി റിട്ടേൺസ് ആവാം, എന്ത് റിട്ടേൺസും ആവാം, മന്ത്ലി റിട്ടേൺസ് ആവാം, അതിനെ എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യുവാണെങ്കിൽ പ്രൊവൈഡഡ് ഈ എടുക്കുന്ന ഒബ്സർവേഷൻസിന്റെ എണ്ണം കൂടുതലായിരിക്കണം. എണ്ണം ആവും തോറും ഈ ഗ്രാഫിന്റെ നമുക്ക് കിട്ടുന്ന ഗ്രാഫിന്റെ ഷേപ്പ് മോർ ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. It will be safe to say that no two returns of the stock will be same. Even though the stock market may show the returns for 2 days as same, say 3.5%, it could actually be 3.4999% and 3.499998%. അതായത് അങ്ങറ്റം വരെ ഇത് ഇൻഫിനിറ്റ് ഡെസിമൽ പോയിന്റ്സ് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഒരു 3.5 to 4% അകത്ത് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. Because of rounding up only, the 2 days return might appear the same, but it is actually different. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഡേറ്റ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് ഇരിക്കുവാണ്. It is same with our high. So if we make a bucket like -10 to -5% stock market return, -5 to 0%, അതായത് ending of one bucket is similar to the starting of the next bucket, ending of one bucket is similar to the starting of next bucket. ഇങ്ങനെ ചെയ്യുവാണെങ്കിലും നമുക്ക് തോന്നും അത് ഓവർലാപ്പ് ചെയ്യുവാണെന്ന്, ബട്ട് ഇറ്റ് ഇസ് ആക്ച്വലി -10 to -4.99999 അങ്ങനെ പോയി എക്സ്ട്രീം പോയിട്ട് അടുത്തതാണ് -5 തൊട്ട് തുടങ്ങി പിന്നെ -0.00001 വരുന്നത്. അതിനെ റൗണ്ട് അപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് -5 to 0 എന്ന് പറയുന്ന ഒരു ബക്കറ്റ് കിട്ടുന്നത്. അങ്ങനെ സോ ഓൺ. സോ ഇതുകൊണ്ടാണ് ഇതിനെ നമുക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് ഒരു റേഞ്ചിനകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. Because of rounding up only, this confusion happens. Also, this kind of distribution is called continuous distribution because, as the name suggests, it is continuously flowing with infinite values in between them. There is no gap at all. That is why we put them in bucket. Suppose you are going to the students in a school and ask their roll number instead of heights, and you plot them on a graph, you will get something like this. അതായത് ഒരു റോൾ നമ്പറിന് ഒരിക്കലും പോയിന്റ് ഡെസിമൽ വാല്യൂ എടുക്കാൻ പറ്റില്ല. ഇറ്റ് വിൽ ഓൾവേസ് ബി എ ഹോൾ നമ്പർ. അതായത് 1 2 3 4 അങ്ങനെയുള്ള ഹോൾ നമ്പേഴ്സ് ആയിരിക്കും. സോ ഇത് ഒരു കണ്ടിന്യൂസ് ഡേറ്റ അല്ല, ഇവിടെ ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഗ്യാപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനെ നമ്മൾ നോൺ കണ്ടിന്യൂസ് ഡേറ്റ എന്ന് വിളിക്കും, അതായത് ഡിസ്ക്രീറ്റ് ഡേറ്റ. But in the stock market returns, the data is continuous. അതായത് 2%ഉം 3%ന്റെയും ഇടയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്താണ് കണ്ടിന്യൂസ് ഡേറ്റയും കണ്ടിന്യൂസ് അല്ലാത്ത ഡേറ്റയും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞതേ ഉള്ളൂ. As we already discussed, instead of heights, we are plotting the stock market returns of previous period. It will also produce the same kind of graph. അതായത് ഇവിടുത്തെ ഫ്രീക്വൻസി ആണ്, ഇവിടെ ഫ്രീക്വൻസി ആൻഡ് ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റിട്ടേൺസ്. സേ സെൻട്രൽ ആയിട്ട് ഒരു റിട്ടേൺ വാല്യൂ ഉണ്ട്. മേ ബി ഇതിന്റെ പറയുന്നത് 5 to 10% ആണെന്ന് വെച്ചോളൂ റിട്ടേൺസ്. അതായത് ഈ ഹൈറ്റ് ഓഫ് ദിസ് ബക്കറ്റ് ഗീവ്സ് ദി ഫ്രീക്വൻസി. ഏറ്റവും കൂടുതൽ ദിവസം നമ്മൾ എത്ര ദിവസങ്ങളാണോ എടുക്കുന്നത് ആ ദിവസത്തിന്റെ എത്ര ദിവസങ്ങളിൽ ഈ ഹൈറ്റ് വന്നിട്ടുണ്ട് അതാണ് ഈ 5 to 10% എന്ന് പറയുന്നത് തരുന്നത്. പിന്നെ രണ്ട് സൈഡിലും മേ ബി 0 to 5 and 10 to 15 ആയിരിക്കും സെക്കൻഡ് ഹയസ്റ്റ് ഒക്കറിംഗ് ഡേറ്റ എന്ന് പറയുന്നത്. സോ അത് കുറച്ച് നമ്പർ ഓഫ് ഡേയ്സിലായിരിക്കും വന്നിട്ടുള്ളൂ. അങ്ങനെ പോയി എക്സ്ട്രീം ആയിട്ട് റിട്ടേൺ തരുന്നത് മേ ബി 100% ഡെയിലി റിട്ടേൺസ് തരുന്നതോ അല്ലെങ്കിൽ -75% ലോസ് തരുന്നതോ അതെല്ലാം എക്സ്ട്രീം വാല്യൂസ് ആണ്, അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സ് ആണ്. സോ ഇങ്ങനെയുള്ള ഒരു ഗ്രാഫ് നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും എന്റെ ഇഷ്ടത്തിനാണല്ലേ ഞാൻ പ്ലോട്ട് ചെയ്തത്. സോ ഈ ഗ്രാഫിന് 3 പ്രോബ്ലങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ 3 പ്രോബ്ലങ്ങൾ? നിങ്ങൾ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ ആയിരിക്കും എടുക്കുന്നത്, പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ കഴിഞ്ഞ 30 വർഷത്തെ ഡേറ്റ ആയിരിക്കും എടുക്കുന്നത്. എത്ര വർഷത്തെ ഡേറ്റ എടുത്താലും ഷേപ്പ് സിമിലർ ആയിരിക്കും, നോ പ്രോബ്ലം ഇൻ ദാറ്റ്. ബട്ട് നിങ്ങൾ എടുക്കുന്ന ഡേയ്സിൽ അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൽ ഡിഫറൻസ് ഉണ്ട്. അത് ഒരു പ്രോബ്ലം. You might choose your bucket size as 0 to 5, 5 to 10 and so on. പക്ഷെ നിങ്ങളുടെ കൂട്ടുകാരൻ 0 to 7 എടുത്തു, 0 to 7 to 14 എടുത്തു, അല്ലെങ്കിൽ 0 to 10 എടുത്തു, 10 to 20 എടുത്തു. അങ്ങനെ ബക്കറ്റ് സൈസ് അവൻ എടുത്ത റേഞ്ച് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. Since you are taking the data for previous 10 years only, your mean and standard deviation could be different from the guy who selected the data for 30 years. Huge difference എന്നല്ല, but there will be difference when we take or when we include more data into our graph.
അപ്പം ഈ 3 പ്രശ്നങ്ങളുണ്ട്. അതായത് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള ഡേറ്റാസ് ആണ് നിങ്ങൾ എടുത്തത്, എത്ര വർഷത്തെ ഡേറ്റാസ് വേണം, എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുത്തത്, ബക്കറ്റ് സൈസ് ആ റേഞ്ച് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് എടുത്തത്, പിന്നെ ആ നിങ്ങളുടെ ഇഷ്ടത്തിന് ആ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഡിഫറെന്റ് ആവും. സോ ഇതിനെ 3നെയും നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അതായത് നിങ്ങൾ ഇഷ്ടമുള്ളത് എടുത്തോളൂ, പക്ഷെ ആര് ഇഷ്ടമുള്ള വാല്യൂസ് എടുത്താലും അതിനെയെല്ലാം ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം. സോ എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് യൂണിവേഴ്സലി കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതിനെ ഓരോന്നോരോന്നായി സ്റ്റാൻഡർഡൈസ് ചെയ്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് എങ്ങനെ ഇരിക്കും ആ ഗ്രാഫ് എന്നുള്ളത് നമുക്ക് നോക്കാം. Let us solve these problems one by one, but before that ഇവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. സെൻട്രൽ വാല്യൂ ആണ്, അതായത് 10 to 15% ബക്കറ്റിൽ റേഞ്ചിലാണ് ആ പെർട്ടിക്കുലർ സ്റ്റോക്ക് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കിന്റെ മോസ്റ്റ് ഓഫ് ദ ഡേയ്സിലെ റിട്ടേണും ഈ പറയുന്ന സെൻട്രൽ ബക്കറ്റ് 10 to 15% എന്ന് പറയുന്ന ബക്കറ്റിനകത്താണ് ഇരിക്കുന്നത്. നമ്മുടെ മൊത്തം ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് 2500 ഡേയ്സ് ആണ്. ആ 2500 ഡേയ്സിൽ ഈ സെൻട്രൽ ബക്കറ്റ് 1250 ഡേയ്സ്, അതായത് പകുതി ദിവസങ്ങൾ നമ്മൾ എടുത്ത ഒബ്സർവേഷനിലെ പകുതി ദിവസങ്ങളിലും ആ ഈ സെൻട്രൽ വാല്യൂലാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ y ആക്സിസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, x ആക്സിസ് എന്ന് പറയുന്നത് റിട്ടേൺസ് ആണ്. ഓക്കെ, സോ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, വാട്ട് ഈസ് ദ ഫ്രീക്വൻസി, അത് എത്ര ദിവസങ്ങളിൽ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഹൈറ്റ് തരുന്നത്. പ്രോബ്ലം 1, ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ്. സോ ഈ നമ്പർ ഓഫ് ഒബ്സർവേഷൻസിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം? നമ്മൾ പറഞ്ഞു നമ്മളിപ്പം കാണിച്ച ഗ്രാഫിൽ ഞാൻ പറഞ്ഞു നമ്മൾ 2500 ദിവസങ്ങൾ എടുത്തതിൽ 1250 ദിവസത്തിലാണ് ഈ 10 to 15% എന്ന് പറയുന്ന റിട്ടേൺസ് തരുന്നത്. സോ ഇതിനെ ഞാൻ ഡേയ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക, ഡേയ്സിലേക്ക് എക്സ്പ്രസ് ചെയ്യാതെ അല്ലെങ്കിൽ അബ്സല്യൂട്ട് ഫ്രീക്വൻസിയിൽ ഞാൻ എക്സ്പ്രസ് ചെയ്യാതെ ഇതിനെ ഞാൻ റിലേറ്റീവ് ഫ്രീക്വൻസിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഞാൻ എടുത്ത 2500 ദിവസങ്ങളിൽ എത്ര ദിവസങ്ങളാണ് ഇത് വന്നത് എന്നുള്ളത് പെർസെന്റേജ് ടേംസിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് 1250 ഡിവൈഡഡ് ബൈ 2500 ചെയ്യുമ്പോഴത്തേനും എനിക്ക് 50% ഓഫ് ദ ഡേയ്സ് ഐ ആം ടേക്കിംഗ്. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, എടാ ഞാൻ എടുത്ത ഒബ്സർവേഷനിലെ 50% ദിവസങ്ങളിലും എനിക്ക് 10 to 15% റിട്ടേൺസ് ആണ് കിട്ടിയത്. അതേസമയം ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പോയിട്ട് പറയുവാണ്, എടാ 1250 ദിവസങ്ങളിൽ അത് എന്താ പറയുക 10 to 15% റിട്ടേൺസ് ആണ് തരുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവൻ ചോദിക്കാൻ പോകുന്നത് 1250 ഔട്ട് ഓഫ് ഹൗ മെനി ഡേയ്സ്. സോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു, നമ്മൾ പെർസെന്റേജ് ടേംസിൽ അങ്ങ് എക്സ്പ്രസ് ചെയ്യുവാണ്. ഞാൻ എടുത്തിട്ടുള്ള എത്രയോ ദിവസം ആയിക്കോട്ടെ അത് നീ വെറി ചെയ്യണ്ട, ഞാൻ എടുത്തിട്ടുള്ള ദിവസങ്ങളിലെ 50% ദിവസങ്ങളിലും ഈ പറയുന്ന 10 to 15%ലാണ് ആ സ്റ്റോക്ക് റിട്ടേൺസ് തന്നിട്ടുള്ളത്. സോ അതിനെ ഞാൻ റിലേറ്റീവ് ഫ്രീക്വൻസിയിൽ ആക്കി മാറ്റിയിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഈ റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആക്ച്വലി പ്രോബബിലിറ്റി അല്ലേ? നമ്മൾ എടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ എത്ര ദിവസങ്ങളിലാണ് ഈ റേഞ്ച് ഈ റിട്ടേൺസ് കിട്ടാൻ പോകുന്നത്, വിച്ച് ഇസ് നത്തിങ് ബട്ട് പ്രോബബിലിറ്റി. സോ നമ്മുടെ ഫ്രീക്വൻസിനെ നമ്മൾ പ്രോബബിലിറ്റി, നമ്മുടെ y ആക്സിസിലുള്ള ഫ്രീക്വൻസിനെ നമ്മൾ പ്രോബബിലിറ്റി ആക്കി കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഈ സ്റ്റെപ്പിൽ. പ്രോബ്ലം 1 നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്തപ്പോഴത്തേക്കും no matter how many number of observations are taken, everything will be denoted in percentage terms. Example, in 50% of the observed periods, the stock gives the returns in the range of 10 to 15% range. നീ 500 ദിവസത്തെ ഡേറ്റ എടുത്തോ, നീ 1,00,000 ദിവസത്തെ ഡേറ്റ എടുത്തോ, അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. നീ എടുത്ത ദിവസങ്ങളിൽ എത്ര പെർസെന്റേജ് ഓഫ് ദ ഡേയ്സിലാണ് എനിക്ക് ഈ 10 to 15% റേഞ്ച് വരുന്നത്. Relative frequency is nothing but probability. That is, the height of the bucket is now probability of the stock producing returns in that defined range. അതായത് നമ്മൾ ഫ്രീക്വൻസിനെ പ്രോബബിലിറ്റി ആക്കി കൺവേർട്ട് ചെയ്തു. ഇനി അങ്ങോട്ട് പ്രോബ്ലം 2 തൊട്ട് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ y ആക്സിസ് ഫ്രീക്വൻസി അല്ല, നമ്മുടെ y ആക്സിസ് ഇസ് പ്രോബബിലിറ്റി അഥവാ റിലേറ്റീവ് ഫ്രീക്വൻസി ആക്കി മാറിയിട്ടുണ്ട്. x ആക്സിസ് സെയിം തന്നെ ഇരിക്കുവാണ്, റിട്ടേൺസ് തന്നെ ഇരിക്കുവാണ്. അപ്പൊ പ്രോബബിലിറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ അങ്ങോട്ടേക്ക് പോവാം, സെക്കൻഡ് പ്രോബ്ലത്തിലേക്ക് പോവാം. y axis change from frequency to probability, x axis is still the same. Relative frequency is frequency divided by the total number of observations. Problem number 2,
ഡിഫറൻസ് ഇൻ ദ ബക്കറ്റ് സൈസ് ഓർ വിഡ്ത്ത് ഓഫ് ദ ബക്കറ്റ്. നമ്മൾ പറഞ്ഞു ഞാൻ 0 to 5% എന്ന് പറയുന്ന ബക്കറ്റ്, അതായത് 0 to 5, 5 to 10, 10 to 15 എന്നുള്ള ബക്കറ്റ് ആയിരിക്കും എടുത്തിരിക്കുന്നത്. പക്ഷെ എന്റെ കൂട്ടുകാരൻ 0 to 10, 10 to 20, 20 to 30 അങ്ങനെയുള്ള ബക്കറ്റ് എടുത്തായിരിക്കും പോകുന്നത്. സോ ഇതിനെ എങ്ങനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം? ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ y ആക്സിസിലുള്ള, ഇപ്പൊ നമ്മുടെ കയ്യിലുള്ള y ആക്സിസിലുള്ളത് പ്രോബബിലിറ്റി ആണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് സംതിങ് ഹാപ്പനിങ് ഇൻ ദി സ്റ്റോക്ക് ഗിവിംഗ് റിട്ടേൺസ് ഇൻ ദ 5 to 10% ആണ് 50% എന്ന് പറയുന്നത്. സോ ഞാൻ എന്ത് ചെയ്ത് ഈ 5 to 10% എന്ന് പറയുന്ന വിഡ്ത്തിനെ ഞാൻ യൂണിറ്റ് വിഡ്ത്ത് ആക്കി കൺവേർട്ട് ചെയ്യാൻ പോവാണ്. There is a 50% chance that the stock will give returns in the 5 to 10%, then what is the probability that the stock will give so and so returns in unit range? ഒരു യൂണിറ്റ് റേഞ്ചിൽ എത്രയായിരിക്കും റിട്ടേൺസ് തരാൻ പോകുന്നത്, അതിനെ നമ്മൾ പ്രോബബിലിറ്റിനെ, നമ്മൾ ഇപ്പൊ നമ്മുടെ y ആക്സിസിൽ ഇരിക്കുന്ന പ്രോബബിലിറ്റിനെ എന്റെ വിഡ്ത്ത് സൈസ് കൊണ്ട് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്യുവാണ്. എന്റെ വിഡ്ത്ത് സൈസ് 0 to 5% ആണ്. സോ ആ വിഡ്ത്ത് സൈസ് വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്യുവാണ്. 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടും. എന്റെ കൂട്ടുകാരൻ 10 ആണ് അവന്റെ വിഡ്ത്ത് സൈസ് എങ്കിൽ അവനും അവന്റെ പ്രോബബിലിറ്റി, അവന്റെ y ആക്സിസിനെ അവൻ 10 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് നമ്മൾ രണ്ടുപേരും ഇപ്പം യൂണിറ്റ് വിഡ്ത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മൾ വി ഹാവ് സ്റ്റാൻഡർഡൈസ്ഡ് അവർ സൈസ് ഓഫ് ദ ബക്കറ്റ്. To achieve that, we divided the y-axis by the number of observation. ഇപ്പം y-axis എന്താ? പ്രോബബിലിറ്റി ആണ്. സോ പ്രോബബിലിറ്റിനെ നമ്മൾ എന്താ പറയാ, ഈ പറയുന്ന വിഡ്ത്ത് സൈസുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്റ്റാൻഡർഡൈസ്ഡ് റിട്ടേൺസ് റേഞ്ച് വി ഡിവൈഡ് y-axis by the width size. That is probability divided by the width size, so that we get probability per unit width. നമ്മുടെ വിഡ്ത്ത് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ റേഞ്ച്, റിട്ടേൺസിന്റെ റേഞ്ച് എന്തോ ആയിക്കോട്ടെ, നമുക്കിപ്പം യൂണിറ്റ് വിഡ്ത്തിലുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടി. No matter what the size of the returns ranges, width size is, it has now been converted into probability per unit width, which is nothing but probability density. അതായത് നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ആൻസേഴ്സ് വാട്ട് ഈസ് ദ മാസ് പെർ യൂണിറ്റ് വോളിയം എന്നാണ് നമ്മുടെ ഫിസിക്സിൽ ഡെൻസിറ്റി. അതേപോലെ പ്രോബബിലിറ്റി, സ്റ്റാറ്റിസ്റ്റിക്സിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി പെർ യൂണിറ്റ് റേഞ്ച് എന്നുള്ളതാണ് നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആക്കി മാറ്റിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ഈ ഗ്രാഫ് കണ്ടുപിടിക്കുന്നതിന്റെ അല്ലെ ഈ ഗ്രാഫ് വരയ്ക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? നമുക്ക് പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് നാളെ വരാൻ പോകുന്ന റിട്ടേൺസിന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, അല്ലെ? വി ഹാവ് ടു പ്രെഡിക്റ്റ്, അല്ലെ വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി സ്റ്റോക്ക് ഗിവിംഗ് സോ ആൻഡ് സോ റിട്ടേൺസ് ഇൻ ദ ഫ്യൂച്ചർ. നമ്മുടെ ഓൾറെഡി നമ്മുടെ y ആക്സിസിൽ പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു. വിഡ്ത്ത് സൈസിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോബബിലിറ്റിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആക്കി കൺവേർട്ട് ചെയ്തു. അയ്യോ, നമുക്ക് വേണ്ടിയിരുന്നതേ പ്രോബബിലിറ്റി ആയിരുന്നു, പിന്നെ നമ്മളിപ്പോ എന്താ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആക്കി കൺവേർട്ട് ചെയ്തു. നോ പ്രോബ്ലം. നമുക്ക് തിരിച്ച് പ്രോബബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നമുക്ക് നമ്മള് ആ റിട്ടേൺസ് റേഞ്ചിനെ വെച്ചിട്ട് തിരിച്ചങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, വേറെ ഒരു പ്രശ്നമില്ല. അതായത് നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ probability that the stock will now give 5 to 10% return എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നിങ്ങളിത് ശ്രദ്ധിച്ചു കേൾക്കുക. ഇപ്പൊ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 10%, ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും 5%. ഓക്കെ, സോ 10%ന്റെ താഴേക്കുള്ള 10%, what is the probability that the stock will give returns of 10% എന്ന് ചോദിക്കുമ്പോഴത്തേനും ഈ ഫുൾ ഏരിയ ആണ് 10%ലേക്ക് വരുന്നത്. 5% എന്ന് ചോദിക്കുമ്പോൾ ഈ 5%ന് താഴേക്കുള്ള, അതായത് ഇത് ഫുൾ ആണ് റിട്ടേൺസ് വരുന്നത്. സോ 5 to 10%ന്റെ ഇടയ്ക്ക് എന്ത് റിട്ടേൺസ് വരുമെന്ന് ചോദിച്ചാൽ ഈ ഏരിയ മൈനസ് ഈ ഏരിയ ചെയ്യുമ്പോഴത്തേക്കിനാണ് നമുക്ക് 5 to 10%-നകത്തുള്ള പ്രോബബിലിറ്റി വരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ നമ്മൾ റേഞ്ച് അല്ലെങ്കിൽ ആ റിട്ടേൺസ് റേഞ്ച് ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് തിരിച്ച് പ്രോബബിലിറ്റിയിലേക്ക് എത്താൻ പറ്റുന്നത്. അതായത് നമ്മുടെ ഹൈറ്റിനെ നമ്മൾ ആദ്യമേ ഫ്രീക്വൻസിയിൽ നിന്ന് പ്രോബബിലിറ്റി ആക്കി, പിന്നെ പ്രോബബിലിറ്റിനെ നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആക്കി മാറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ തിരിച്ച് പ്രോബബിലിറ്റി ആക്കാൻ വി നീഡ് ടു മൾട്ടിപ്ലൈ ദ റിട്ടേൺസ് റേഞ്ച് ആൻഡ് പ്രോബബിലിറ്റി ഡെൻസിറ്റി. പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഡിവൈഡഡ് ബൈ വിഡ്ത്ത് സൈസ്. അതുകൊണ്ട് തിരിച്ച് പ്രോബബിലിറ്റി കിട്ടാൻ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇൻറ്റു റിട്ടേൺസ് അല്ലെങ്കിൽ വിഡ്ത്ത് സൈസ് നമ്മൾ ചെയ്താൽ മതി.
But multiplying the returns range and probability density is not as straightforward as it sounds. കാരണം ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനകത്ത് രണ്ട് വാല്യൂസിന്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. ഇപ്പൊ 2 to 3% എടുത്താൽ അതിന്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് പോസിബിൾ ആണ്. സോ ചുമ്മാ എനിക്ക് റിട്ടേൺസിനെ കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിന് ഞാൻ ഇന്റഗ്രേഷൻ ഉപയോഗിക്കണം. ഇന്റഗ്രേഷനിലൊക്കെ ഒന്നും നമുക്ക് പോകണ്ട. എന്തായാലും നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിക്കോളൂ. ഇൻ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദ പ്രോബബിലിറ്റി ഓഫ് എ സിംഗിൾ ഒബ്സർവേഷൻ ഈസ് 0. അതായത് ഞാൻ പറഞ്ഞു 2 to 3% ഇടയ്ക്ക് ഇൻഫിനിറ്റ് വാല്യൂസ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് 2.5% റിട്ടേൺസ് കിട്ടും. എത്രയാണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് മൈ സ്റ്റോക്ക് വിൽ ഗിവ് 2.5% റിട്ടേൺസ് ടുമോറോ എന്ന് ചോദിച്ചാൽ 2.5% divided by infinite values ആണ്. Infinite values, one value out of infinite values is 0. നമ്മൾ സ്കൂളിൽ പഠിച്ചാണല്ലേ മാത്തമാറ്റിക്സ്, 1 divided by infinity is 0. Therefore we can only find the probability of a range of returns. ഞാൻ പറഞ്ഞു, what is the probability that the stock will give returns less than 10% നമ്മൾ ആദ്യമേ കണ്ടുപിടിക്കണം. പിന്നെ what is the probability that the stock will give returns less than 5% കണ്ടുപിടിക്കണം. എന്നിട്ട് ഈ 10% മൈനസ് 5% ചെയ്യുമ്പോൾ നമുക്ക് ഈ റേഞ്ചിലുള്ള റിട്ടേൺസിന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. Luckily for us, scientists have derived an equation to find out the probability density at every observation. അതായത് നമ്മൾ ആദ്യമേ ഫ്രീക്വൻസി കണ്ടുപിടിച്ച്, പിന്നെ അതിനെ നമ്മുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഇട്ട് ഡിവൈഡ് ചെയ്ത്, പിന്നെ നമ്മുടെ വിഡ്ത് സൈസ് ഇട്ട് ഡിവൈഡ് ചെയ്ത്, എന്നിട്ടാണ് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റിയിലേക്ക് നമ്മൾ അറൈവ് ചെയ്തത് അല്ലേ. പക്ഷേ സയന്റിസ്റ്റുകൾ ഒറ്റയടിക്ക് ഓരോ ഒബ്സർവേഷനിലും ഉള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ള ഇക്വേഷൻ അവർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. f of x, അതായത് what is the probability density is equal to 1 divided by standard deviation into root of 2 pi into e raised to minus 1 by 2 into x minus mu by sigma, x minus mean by standard deviation. ഈ x എന്ന് പറയുന്നതാണ് നമ്മുടെ ഒബ്സർവേഷൻ. ഇപ്പം ഒരു സ്റ്റോക്ക് 10% റിട്ടേൺസ് തരുന്നുണ്ടെങ്കിൽ ആ 10 എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ ഡേറ്റാ സെറ്റിന്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും അറിയാമെങ്കിൽ ഓരോ ഒബ്സർവേഷനിലും ഇപ്പൊ 10%, 20%, 30% ആണ് നമ്മുടെ ഒബ്സർവേഷൻ എങ്കിൽ ആ ഓരോ ഒബ്സർവേഷനിലും ഉള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ വഴി കിട്ടും. ഇതൊന്നും നിങ്ങളുടെ സിലബസിൽ ഇല്ല, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. Observe carefully, we can get the probability distribution, that is height of the graph at each returns point. അതായത് ഇപ്പൊ നമ്മുടെ ഹൈറ്റ് എന്താ, ഗ്രാഫിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിട്ട് മാറി അല്ലെ, which ultimately gives the shape to the graph. കാരണം ഓരോ ഒബ്സർവേഷനിലും ഉള്ള ഹൈറ്റ് കിട്ടി. അപ്പൊ ഈ ഹൈറ്റിനെ എല്ലാം ഞാൻ ജോയിൻ ചെയ്ത് പോയാൽ എനിക്ക് ആ ഗ്രാഫിന് ഒരു ഷേപ്പ് കിട്ടുവാണ് അല്ലേ. അതിനു വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ്? ആ ഡേറ്റാ സെറ്റിന്റെ മീനും ആ ഡേറ്റാ സെറ്റിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നമുക്ക് അത് നിങ്ങൾ നോക്കിയേ, ഇത് പൈ കോൺസ്റ്റന്റ് ആണ്, ഇ കോൺസ്റ്റന്റ് ആണ്, നമ്പേഴ്സ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. ആകെ കൂടെ ഇവിടെ യൂസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ ഇവിടെ മീനും ഉണ്ട്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും ഉണ്ടെങ്കിൽ ഓരോ ഒബ്സർവേഷനും ഓരോ എക്സിലുമുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി, ഹൈറ്റ് ഓഫ് ദ ഗ്രാഫ് നമുക്ക് കിട്ടുകയും ആ ഹൈറ്റുകളെല്ലാം ജോയിൻ ചെയ്ത് പോയാൽ എനിക്ക് ആ ഗ്രാഫിന്റെ ഷേപ്പും കിട്ടും. നമ്മൾ ഈ ഇക്വേഷന്റെ ഇന്റഗ്രേഷൻ എടുത്താലാണ് നമുക്ക് പ്രോബബിലിറ്റി ഓഫ് റിട്ടേൺസ് റേഞ്ച് കിട്ടുന്നത്. ഇപ്പം 5 to 10% ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി, നമുക്ക് അതിന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടും. To summarize, until here we first converted the y-axis from frequency, then frequency to probability, പിന്നെ നമ്മൾ പ്രോബബിലിറ്റിനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആക്കി മാറ്റി. x-axisൽ ഇപ്പോഴും സെയിം ആണ്, റിട്ടേൺസിൽ തന്നെ കിടക്കുവാണ്. By converting the width of the bucket into unit size, the graph has now become a cluster of lines instead of buckets with huge width. Also using the probability density function, we can get the shape of the graph. അതായത് നമ്മുടെ നമ്മുടെ ബക്കറ്റിലെ ഷേപ്പിലാണ് ഇത് ആദ്യമേ ഇരുന്നത്. സോ ഈ ബക്കറ്റ് ഷേപ്പിനെ നമ്മൾ യൂണിറ്റ് വിഡ്ത്ത് ആക്കി മാറ്റി. ഓരോ യൂണിറ്റ് ഇൻഡിവിജ്വൽ ലൈൻസ് യൂണിറ്റ് വിഡ്ത്ത് ആക്കി മാറ്റിയിട്ട് ആ ഓരോ ഒബ്സർവേഷൻസിലും ഉള്ള, ഇതിപ്പം
5% ആണെങ്കിൽ ഈ 5%ലുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ആ ഹൈറ്റ് കിട്ടും. എനിക്ക് ഓരോ ഒബ്സർവേഷനിലും ഉള്ള ഹൈറ്റ് കിട്ടും. ഇവിടെയാണ് 5% എങ്കിൽ 5%ലുള്ള പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇവിടെ ആയിരിക്കും വരുന്നത്. സോ ഓരോ ഒബ്സർവേഷനിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റിനെ ഞാൻ ജോയിൻ ചെയ്ത് വരുമ്പം എനിക്ക് ഈ ഗ്രാഫിന് ഒരു ഷേപ്പ് കിട്ടുകയാണ്. അറ്റ് ഈച്ച് റിട്ടേൺ ഒബ്സർവേഷൻ വി ഗെറ്റ് എ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ഇത് നിങ്ങൾക്ക് സുഖമായിട്ട് എക്സലിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഈ ഇക്വേഷൻ ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ ഗ്രാഫിൽ നിന്ന് നോക്കിക്കേ, പ്രോബബിലിറ്റി ഡെൻസിറ്റി വിൽ ബി ദ മാക്സിമം അറ്റ് ദ സെൻട്രൽ റീജിയൻ. എന്നിട്ട് നമ്മൾ സെൻട്രലിൽ നിന്ന് ടെയിൽ ലെൻസിലേക്ക് പോകുമ്പം ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞു വരുന്നു. അതായത് the chances of a return happening in the central region അല്ലെങ്കിൽ central region will be more, probability is more in the central region and it reduces as we go to the edges. ഇതാണ് probability density function അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ normal distribution graph എന്ന് പറയുന്നത്. As you can see, the probability density decreases as you move away from the center to the edges, and this is basically as normal distribution graph. അതായത് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് വാല്യൂ എടുത്താലും യൂണിവേഴ്സലി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ഫോർമാറ്റിൽ കൊണ്ടുവന്നു. അതിനെയാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. നൗ വി ഹാവ് വൺ മോർ പ്രോബ്ലം ലെഫ്റ്റ് ടു സോൾവ്. അല്ലെ, ഒരു പ്രോബ്ലം കൂടെ ഉണ്ട്. ആദ്യമേ നമ്മൾ സോൾവ് ചെയ്തത് ഞാനും എന്റെ കൂട്ടുകാരനും 2 നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എടുക്കും. അതിനെ ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്തു. എന്റെ വിഡ്ത്ത് സൈസ്, എന്റെ റിട്ടേൺസിന്റെ റേഞ്ചും എന്റെ കൂട്ടുകാരന്റെ റിട്ടേൺസിന്റെ റേഞ്ചും ഡിഫറെന്റ് ആണ്. അതിനെയും ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്തു. ഇനി നമുക്ക് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെയും കൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. സോ ഇത്രയും നേരം ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്തത് ഒരു വാല്യൂവിനെയാണ്, ഒന്നെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഒന്നെങ്കിൽ വിഡ്ത്ത് സൈസ്. ഇനി എനിക്ക് 2 സ്റ്റാൻഡേർഡ് ഐറ്റത്തിനെ ഞാൻ ഒറ്റയടിക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ പോവുകയാണ്. Different mean and standard deviation for different data set. How to standardize this? In problem 1 and problem 2, we needed to standardize only one item at a time, either number of observations or the width size. Here we are going to standardize 2 variables at a time. For that we need to fix one variable. അതായത് രണ്ടെണ്ണത്തിനെ ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്യണമെങ്കിൽ it is obvious that I need to fix one of the variables. Do note that here we are going to make changes to the x-axis. നമ്മുടെ y-axisൽ ഇപ്പം പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്. നിങ്ങൾ അങ്ങോട്ട് പോകുന്തോറും ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ y-axis എന്ന് പറയുന്നത് എപ്പോഴും ഇനി പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിരിക്കും. ഇപ്പൊ നമുക്കിനി x-axisൽ ചേഞ്ചസ് വരുത്താം. 2 വേരിയബിൾസ് ഉണ്ട്. അതിൽ ഏത് വേരിയബിൾ ആണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്? നമ്മൾ മീൻ ഓഫ് ദി ഒബ്സർവേഷനെ നമ്മൾ അങ്ങോട്ട് ഫിക്സ് ചെയ്യുവാണ്. ഒരു ഡേറ്റാ സെറ്റ് ആണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ആ ഡേറ്റാ സെറ്റിന്റെ മീൻ അങ്ങോട്ട് എടുത്തിട്ട് അതിനെ ഞാൻ സെൻട്രലിൽ ഫിക്സ് ചെയ്ത് അങ്ങ് വെക്കും. ഓക്കെ, എന്നിട്ട് ബാക്കിയുള്ള ഒബ്സർവേഷൻസ് ഈ മീനിൽ നിന്നും എത്ര ഡീവിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, ഇപ്പൊ ഇത് 10% ആണെങ്കിൽ, ഇത് 11% ആണെങ്കിൽ, ഇത് +1 ഡീവിയേഷൻ, 9 ഉണ്ടെങ്കിൽ 9% റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് -1 ഡീവിയേഷൻ. അതായത് ഇൻ ടേംസ് ഓഫ് സെൻട്രൽ മീൻ ഞാൻ ബാക്കിയുള്ള ഒബ്സർവേഷൻസിനെ പ്ലോട്ട് ചെയ്യുവാണ് ഇൻ ടേംസ് ഓഫ് മീൻ. അപ്പോഴും നമുക്ക് ബാക്കി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡീവിയേഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എക്സ് മൈനസ് മ്യൂ എന്ന് പറയുന്ന ഐറ്റം, എക്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഒബ്സർവ്ഡ് വാല്യൂ, മ്യൂ എന്ന് വെച്ചാൽ മീൻ. ഈ എക്സ് മൈനസ് മ്യൂവിനെ അല്ലെങ്കിൽ ഈ ഓരോ ഡീവിയേഷൻസിനെ ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യും. അതായത് ഇതിനെ ഡിവൈഡഡ് ബൈ ഞാൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യും. അതായത് സേ ഇവിടെ 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ -1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇവിടെ 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ 0.5 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അല്ലെങ്കിൽ ഏതൊരു റിട്ടേൺസ് എടുത്താലും അതിനെ ആദ്യമേ ഞാൻ മീനുമായിട്ട് അത് എത്ര വേരി ചെയ്യുന്നെന്ന് നോക്കും. പിന്നെ അതിനെ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുമ്പോൾ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എനിക്ക് ആ ഓരോ ഒബ്സർവേഷൻസിനെ ഞാൻ കൺവേർട്ട് ചെയ്ത് മാറ്റി. അങ്ങനെയാണ് ഞാൻ ഈ പറയുന്ന മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ഞാൻ സ്റ്റാൻഡർഡൈസ് ചെയ്തത്. എക്സ് മൈനസ് മ്യൂ ഡിവൈഡഡ് ബൈ സിഗ്മ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അറ്റ് ദ മീൻ ദിസ് വാല്യൂ വിൽ ബി 0, കാരണം മീനിന്റെ അവിടെ എക്സ് എന്ന് പറയുന്നത് എപ്പോഴും മീൻ വാല്യൂ ആയിരിക്കും. സോ മ്യൂ മൈനസ് മ്യൂ ഇസ് 0. 0 ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Towards right positive standard deviation and towards left negative standard deviation. And my dear friends, we have finally arrived at our normal distribution graph. ഇവിടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്, ഇവിടെ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. അതായത് ഈ ഹൈറ്റ് ഓഫ് ദ ഗ്രാഫ് എന്ന് പറയുന്നത് ഓരോ പോയിന്റിലെയും
ഹൈറ്റ് എന്ന് പറയുന്നത് ആ പോയിന്റിൽ, ആ റിട്ടേൺസ് പോയിന്റിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് തരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു 68% of the data lies within one standard deviation and 95% of the data lies within 2 standard deviation and 99% of the data lies within 3 standard deviation. They normal distribution വഴി നമ്മൾ അത് ജസ്റ്റ് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഏതൊരു റിട്ടേൺ വാല്യൂവിനെയും നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്താൽ മതി. നമുക്ക് ഏത് ഒബ്സർവേഷൻ, ഏത് എക്സ് വാല്യൂയ്ക്കും നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഫോർമാറ്റിൽ ഒരു ഇത് കിട്ടും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇസഡ് വാല്യൂ എന്നാണ് ഇതിനെ നമ്മൾ വിളിക്കുന്നത്, ഇസഡ് വാല്യൂ. ഓക്കെ, സോ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ ഏതൊരു ഒബ്സർവേഷനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെയും മീനിന്റെയും ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തു. വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ പ്രോബബിലിറ്റി ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ താഴോട്ടുള്ള എല്ലാം നമുക്ക് കിട്ടും. സോ ഇൻ ബിറ്റ്വീൻ പ്ലസ് ഓർ മൈനസ് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് ഇതിന്റെ ഇടയ്ക്കുള്ള വാല്യൂസ് കിട്ടണമെങ്കിൽ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മൈനസ് ഇവിടുത്തെ ഇസഡ് വാല്യൂ അല്ലെങ്കിൽ പ്രോബബിലിറ്റി, ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള പ്രോബബിലിറ്റി മൈനസ് ഈ സ്റ്റാൻഡേർഡ് ഡീവിയേഷനുള്ള പ്രോബബിലിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഇടയ്ക്കുള്ള വാല്യൂസിന്റെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടുന്നത്. അറ്റ് എ പോയിന്റ് ഒരു റിട്ടേൺസിൽ പ്രോബബിലിറ്റി 0 ആയിരിക്കും. നമുക്ക് എപ്പോഴും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് ഒരു റേഞ്ച് ഓഫ് റിട്ടേൺസിലെ പ്രോബബിലിറ്റി നമുക്ക് കിട്ടത്തുള്ളൂ. നമ്മുടെ എക്സ് ആക്സിസിൽ നമ്മളിപ്പോ എല്ലാം സിഗ്മയുടെ ടേംസിൽ റെപ്രസെന്റ് ചെയ്തു. അങ്ങോട്ട് പോകും തോറും സിഗ്മ കൂടുന്തോറും the probability density decreases, അല്ലെങ്കിൽ the events, the chances of that returns happening is very much less. Exactly matches with our 68, 95, 99.7 rule that we learned previously. 68% of the data lies within 1 standard deviation, 95% of the observation lies within 2 standard deviation, 99.7 standard deviation lie within 3 standard deviation. നമ്മൾ ഇസഡ് ടേബിൾ, അതായത് ഇസഡ് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഇസഡ് ടേബിൾ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ബേസിക്കലി എന്താ ഇത് പറയുന്നത്, നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും ചില ദിവസങ്ങളിൽ നിങ്ങൾ 7 മണിക്കും അങ്ങനെ എണീക്കുവാണെങ്കിൽ അതിനെ നിങ്ങൾ ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്താൽ നിങ്ങൾ 1000 ദിവസത്തെ ഡേറ്റയാണ് എടുത്തത്. 1000 ദിവസങ്ങളിൽ 68 ദിവസങ്ങളിലും നിങ്ങൾ മീൻ വാല്യൂ, നിങ്ങൾ എഴുന്നേൽക്കുന്ന മീൻ വാല്യൂവിൽ നിന്നും 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറിയായിരിക്കും ആ ഡേറ്റ കിടക്കുന്നത്. 95% ഓഫ് ദി 1000 ദിവസങ്ങളിലും നിങ്ങൾ ആവറേജ് എണീക്കുന്ന യൂഷ്വലി 6 മണിക്കാണ് എഴുന്നേക്കുന്നതെങ്കിൽ ആ 6 മണിയിൽ നിന്നും 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറിയിട്ടായിരിക്കും നിങ്ങളുടെ ഫുൾ ഡേറ്റ കിടക്കുന്നത്. 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാറിയിട്ടായിരിക്കും 99.7% ഓഫ് ദ ഡേറ്റയും കിടക്കുന്നത്. ഇതാണ് ഇസഡ് ടേബിൾ എന്ന് പറയുന്നത്. ഇതിനെയാണ് ഇസഡ് ടേബിൾ എന്ന് പറയുന്നത്. നമ്മുടെ ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഏത് റിട്ടേൺസിനെയും ഇൻ ടേംസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനിലേക്ക് കൊണ്ടുവരിക. അതായത് വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് മൈ സ്റ്റോക്ക് വിൽ ഗിവ് 5% റിട്ടേൺസ് എന്ന് ചോദിച്ചാൽ ആദ്യമേ ആ 5%ന് നാളെ 5% റിട്ടേൺസിൽ താഴെ റിട്ടേൺസ് എന്ത് കിട്ടും എന്ന് ചോദിക്കുവാണെങ്കിൽ ആദ്യമേ എക്സ് മൈനസ് മ്യൂ 5 മൈനസ് മ്യൂ ബൈ സിഗ്മ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്കൊരു ഇസഡ് വാല്യൂ കിട്ടും. ആ ഇസഡ് വാല്യൂ 1.505 ആണെങ്കിൽ 1. ആദ്യമേ ഈ ലൈനിലേക്ക് വരിക 1.05, പിന്നെ ഇത് വാല്യൂയിലേക്ക് വരിക. സോ ഈ ഇന്റർജംഗ്ഷൻ, അതായത് 85.31% ചാൻസ് ആണ് നാളെ 5% താഴെ റിട്ടേൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഇസഡ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇത് മൈനസും വരാം, അതായത് മ്യൂ എന്ന് പറയുന്നത് 10 ആണെങ്കിൽ ഇത് മൈനസ് ആവും. സോ ഇസഡ് ടേബിളിൽ താഴെ മൈനസും ഉണ്ട്. സോ അങ്ങനെയും നമുക്ക് ഈ പറയുന്ന പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ കിട്ടും. നാളെ ഏത് റിട്ടേൺസിൽ, ഏത് പെർസെൻറ്റേജ് റിട്ടേൺസിൽ താഴെ, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് ഇനി റേഞ്ചും കണ്ടുപിടിക്കാവേ. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് 10 to 15% ആണെങ്കിൽ ആദ്യമേ ഈ 15% റിട്ടേൺസിനെ നമ്മൾ ഈ ഇക്വേഷനിലിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട്
അവിടുത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, പിന്നെ 10% ഇടുക, എന്നിട്ട് അവിടുത്തെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കുക, എന്നിട്ട് 15%-ലെ പ്രോബബിലിറ്റി മൈനസ് 10%-ലെ പ്രോബബിലിറ്റി ചെയ്യുമ്പോഴാണ് നമുക്ക് ആ റേഞ്ചിലുള്ള പ്രോബബിലിറ്റി കിട്ടുന്നത്. വെറുതെ 15%-നെ മാത്രം നമ്മൾ ഇട്ട് ഈ ഇക്വേഷനിൽ ഇട്ടാൽ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി എന്ന് വെച്ചാൽ 15%-ഉം അതിൽ താഴേക്കും എന്തുമാത്രം റിട്ടേൺസ് തരും. വാട്ട് ഇസ് എ പ്രോബബിലിറ്റി ദാറ്റ് മൈ സ്റ്റോക്ക് വിൽ റിട്ടേൺ എ വാല്യൂ ലെസ് ദാൻ 15%. അതാണ് വെറും ഒരു വാല്യൂ എടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന സംഭവം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ is one of the most important distributions used by statisticians. It plays a central role in the portfolio selection and financial risk management. What is the probability that the returns will fall below 3 standard deviations or 10 standard deviation? Then apply the x minus mu by sigma equation to express that 10% in terms of standard deviation and use the Z table. Z table വെച്ചിട്ട് നമുക്ക് ആ വാല്യൂസ് കിട്ടും. what is the probability? അതായത് നമ്മൾ പാസ്റ്റ് ഡേറ്റ ഉപയോഗിച്ച് നമ്മൾ ഫ്യൂച്ചറിലുള്ള ഡേറ്റ, ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന റിട്ടേൺസിനെ നമ്മളിപ്പം പ്രെഡിക്റ്റ് ചെയ്ത് കഴിഞ്ഞു. Normal distributions can be defined by just the mean and standard deviations alone. ഞാൻ പറഞ്ഞു നമ്മുടെ y ആക്സിസിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ആ സയന്റിസ്റ്റുകാർ കണ്ടുപിടിച്ച ആ ഇക്വേഷൻ ഉണ്ടല്ലോ, f of x is equal to 1 divided by root 2 pi എന്ന് പറഞ്ഞിട്ട്, അതിനകത്തും നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മീനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എക്സ് ആക്സിസിനകത്തും നമ്മൾ എക്സ് മൈനസ് മ്യൂ ബൈ സിഗ്മ, അതിനകത്തും നമ്മൾ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് നമുക്കൊരു എൻറ്റയർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എൻറ്റയർ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വെറും ഒരു മീനിനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഒരു ഷേപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ആ ഷേപ്പിൽ നിന്നും നമുക്ക് ഫ്യൂച്ചറിലുള്ള റിട്ടേൺസിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മാത്രം പ്രത്യേകതയാണ്. വേറെ എന്ത് കൈൻഡ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എടുത്താലും അതിന് മോർ ദാൻ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡേറ്റ ആവശ്യമാണ്. ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ ഈസ് ഈക്വൽ ടു മീഡിയൻ ഈസ് ഈക്വൽ ടു മോഡ്, അതായത് സിമെട്രിക്കൽ ആണ്. സോ ഇവിടെ നടുക്കുള്ള വാല്യൂസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും, നടുക്കുള്ള വാല്യൂവിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ്. സോ അതുകൊണ്ട് അത് മീഡിയൻ ആയി. മോഡ് എന്ന് വെച്ചാൽ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ടൈംസ് ഒക്കർ ചെയ്യുന്നതാണ്. സോ അത് മോഡായി. പിന്നെ മീൻ എന്ന് പറയുന്നത് ആ എല്ലാ ഒബ്സർവേഷൻസിന്റെയും മീൻ ആണ്, ആവറേജ് ആണ്. സോ മീനും നടുക്ക് തന്നെ വരും. സോ മീൻ ഇസിക്കൽ ടു മീഡിയൻ ഇസിക്കൽ ടു മോഡ് ഫോർ എ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇനി നമുക്ക് സ്ക്യൂനെസ്സിലേക്ക് വരാം. എന്താണ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്? അതായത് ഞാൻ പറഞ്ഞു ഏത് ഡേറ്റ എടുത്ത് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും, ഒരു ഗ്രാഫിന്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും ഡേറ്റ കിട്ടുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ചില ഡിസ്ട്രിബ്യൂഷൻ, ചില ഡേറ്റയെ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും, ഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കിട്ടത്തില്ല. പകരം നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷേപ്പോ ആയിരിക്കും കിട്ടുന്നത്. അതായത് അതിന്റെ ഒരു സൈഡിൽ എക്സ്ട്രീം ആയിട്ടുള്ള വാല്യൂസ് കാണും. സോ ഇത് ഇങ്ങനെയുള്ള വാല്യൂസ്, ഇങ്ങനെയുള്ള ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ക്യൂഡ് ഗ്രാഫ് അല്ലെങ്കിൽ സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് ഇങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷൻ തരുന്നത്? സോ ഇത് എന്താണ് ഡിനോട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം. പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേനും റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ലെറ്റ് us take the people of India and try to find out their income or the wealth. അതായത് അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് വർഷം കിട്ടുന്ന ആനുവൽ ഇൻകം എത്രയാണെന്ന് നമ്മൾ ചോദിക്കുവാണ്. എല്ലാവരുടെ അടുത്തും പോയി സെയിം സ്റ്റെപ്സ് ആസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ ആദ്യമേ പോയി അവരുടെ ഫ്രീക്വൻസി, ആൾക്കാരുടെ എണ്ണം എടുക്കുവാണ്. എന്നിട്ട് നമ്മളത് ഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലായിരിക്കും കിട്ടുന്നത്. അതായത് മെജോറിറ്റി ഓഫ് ദ ആൾക്കാരുടെയും ഇൻകം എന്ന് പറയുന്നത് 10 to 15 എന്ന് പറയുന്ന ബക്കറ്റിലായിരിക്കും. 10 to 15 lakhs per annum ഇയർലി ഇൻകം, 10 to 15 lakhs per annum. ഇത് ഒരു ഡേറ്റേനെയും ബേസ് ചെയ്തിട്ടല്ല, ഞാൻ സ്വന്തമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു റാൻഡം ഡേറ്റ എടുത്തതേ ഉള്ളൂ. സോ 10 to 15% അസ്യൂം ചെയ്യുക. 0 to 5 lakhs per annത്തിൽ കുറച്ച് പേരുണ്ട്, 5 to 10 lakhs per annത്തിൽ കുറച്ച് പേരുണ്ട്. അതായത് ഫ്രീക്വൻസി, നമ്പർ ഓഫ് പീപ്പിൾസ് ഇവിടെ കൂടുതലാണ്, ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കുറവായിട്ടുള്ളതാണ് എക്സ്ട്രീം അൾട്രാ ഹൈ റിച്ച് ആൾക്കാരുടെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ കുറവാണ്. അതായത് ഇതിന്റെ
ഗ്രാഫ് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതിന്റെ ഗ്രാഫ് ഒരിക്കലും നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ഇരിക്കാൻ പോകുന്നില്ല. ഇവിടെ ഫ്രീക്വൻസി വേരി ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. സിമെട്രിക്കൽ അല്ല, ഈ ഗ്രാഫ് ഒരിക്കലും സിമെട്രിക്കലായി വരത്തില്ല. As it is evident from the graph, majority of the people are earning in the lower income brackets, and therefore at that income range the frequency is very high. On the other hand, people in the high income brackets are minorities or outliers. Just like we saw in the normal distribution, നമ്മൾ y axis നെ probability density ആയിട്ട് കൺവേർട്ട് ചെയ്യുവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇങ്ങനെ ഒരു ഗ്രാഫ് അല്ല, റൈറ്റിലേക്ക് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ പഠിച്ചു മീൻ ഈസിക്കലും മീഡിയൻ ഈസിക്കലും മോഡെന്ന്. പക്ഷെ ഒരു പോസിറ്റീവ്ലി സ്ക്യൂ ഡേറ്റ അല്ലെങ്കിൽ റൈറ്റ് ടെയിലുള്ള ഡേറ്റയിലെ മോഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ തവണ ഒക്കർ ചെയ്യുന്ന വാല്യൂ, അതായത് നമ്മുടെ 10 to 15 lakhs per annum, അവിടെ ആയിരിക്കും മോഡ് വരുന്നത്. മീഡിയൻ എന്ന് വെച്ചാൽ വിച്ച് ഈസ് ദാറ്റ് ഇൻകം റേഞ്ച് എബവ് വിച്ച് ആൻഡ് ബിലോ വിച്ച് ഈക്വൽ നമ്പർ ഓഫ് പീപ്പിൾ ആർ എക്സിസ്റ്റിംഗ്, അതാണ് മീഡിയൻ എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് ഓൾവേസ് അഫക്റ്റഡ് ബൈ ദ ഔട്ട്ലയേഴ്സ്. സോ ഔട്ട്ലയേഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്ക് മീൻ എക്സ്റ്റെൻഡ് ചെയ്യും. അതായത് മോഡ് ഇവിടെ ഇരിക്കുന്നു, മീഡിയൻ ഇവിടെ ഇരിക്കുന്നു, മീൻ ഇവിടെ ഇരിക്കുന്നു. മോഡ് എന്ന് വെച്ചാൽ 10 to 15 lakhs per annum അവിടെയാണ്. മീഡിയൻ എന്ന് വെച്ചാൽ സപ്പോസ് അതൊരു 30 lakhs per annum ആണെന്ന് കരുതിക്കോളൂ. മീൻ എന്ന് വെച്ചാൽ 50 lakhs per annum ആണെന്ന് കാണിക്കോളൂ. അതായത് മീനിന്റെ വാല്യൂ, മീൻ ഈസ് ഗ്രേറ്റർ ദാൻ ദ മീഡിയൻ വാല്യൂ, 30 ലക്ഷം, ആൻഡ് മോഡ് വാല്യൂ, അതായത് മീൻ ഈസ് ഗ്രേറ്റർ ദാൻ, മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ ദി പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ. As we can see, the curve peaks at the at the center at the start and slowly stretches to the edge, thereby forming a long tail towards the right. This is known as positively skewed distribution, and the mode, that is a maximum occurring range, is 10 to 15. Median, that income that divides the population into two equal halves, should be somewhere in the range of 20 to 25. Mean is somewhere beyond 30 lakhs. അങ്ങനെയാണെങ്കിൽ മീനിന്റെ വാല്യൂ is greater than the 30 ലക്ഷം, is greater than 25 ലക്ഷം of median, is greater than 10 ലക്ഷം of the mode. So mean is greater than, median is greater than mode. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ അല്ലെങ്കിൽ റൈറ്റ് ടെയിൽഡ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. If we take the case of a stock, it can have both positive and negative returns with zero returns in the middle. അതായത് ഇൻകം ഒരിക്കലും നെഗറ്റീവ് ആവാൻ പറ്റത്തില്ല. വർഷം എനിക്ക് 0 ആണ് ലീസ്റ്റ് വരാൻ പോകുന്നത്. പക്ഷെ ഒരു സ്റ്റോക്കിന്റെ കേസിൽ എടുക്കുമ്പോഴത്തേന് അതിന് പോസിറ്റീവും നെഗറ്റീവും വരാം. നെഗറ്റീവ് റിട്ടേൺസും വരാം, പോസിറ്റീവ് റിട്ടേൺസും വരാം. ഇതാണ് സീറോ റിട്ടേൺ എന്ന് പറയുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ നമുക്ക് ഒരു റൈറ്റ് സ്ക്യൂഡ് അല്ലെങ്കിൽ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ, റൈറ്റ് ടെയിൽഡ് ഡേറ്റ കിട്ടണമെങ്കിൽ അത് ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. അതായത് എനിക്ക് പോസിറ്റീവിൽ മാത്രം എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം സ്റ്റോക്കിന്റെ റിട്ടേൺസ് പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം. സോ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നത്. നെഗറ്റീവിന്റെ അവിടെ ഹൈ ഫ്രീക്വൻസിയും പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് വരുമ്പം നമ്മുടെ പോസിറ്റീവിന്റെ അവിടെ ഒരു റൈറ്റ് ടെയിൽ, ലോങ് ടെയിൽ ടുവേർഡ്സ് റൈറ്റ്, ഇങ്ങനെ വരും. Positive returns towards the right, negative returns towards the left. So if a stock returns graph looks positively skewed, then it means that the stock is having frequent small losses and a few extreme gains. That is frequent high frequency of small losses and small frequency of very high gains. That is long tail towards the right. Right is positive returns. They frequent small losses, -5, -10, -15% എൻ്റെ most of the returns ഇരിക്കുന്നത്. High frequent small losses and occasional high gains. എൻ്റെ high gains 100% returns തരുന്ന ഗെയിൻസ് ഉണ്ട്, പക്ഷെ അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വളരെ കുറവാണ്. സോ അത് എക്സ്ട്രീം, ആ ഒരു 100%നെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ റൈറ്റ് ടെയിൽ അങ്ങനെ അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് പോയി. നമ്മുടെ y ആക്സിസ് ഇപ്പോഴും പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ്, അതിലൊരു മാറ്റവും ഇല്ല. സോ ഇങ്ങനെയാണ് നമുക്ക് ഒരു പറയുന്ന എന്താ പറയാ പോസിറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ ഫോർ എ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് വരുന്നത്. ഇതിന്റെ മോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ ഒക്കർ ചെയ്യുന്നത്. മീഡിയൻ എന്ന് വെച്ചാൽ സംവെയർ ഹിയർ വിച്ച് വുഡ് ഡിവൈഡ് ദ റിട്ടേൺസ്. അതായത് ഈ മോഡ് മീഡിയൻ റിട്ടേൺ വാല്യൂവിന്റെ ഇപ്പുറത്തോട്ടും അപ്പുറത്തോട്ടും സെയിം നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആയിരിക്കും. മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു മീൻ വാല്യൂയുടെ
is always affected by the outlier. So outlier in the direction അങ്ങോട്ടായിരിക്കും mean ഇരിക്കുന്നത്. Okay. We discussed that y-axis will be converted to probability density just like normal distribution. But in the x-axis, we will do something different from what we saw in the normal distribution. Normal distribution, നമ്മൾ x-axis നെ x minus mu divided by sigma ആണ് ചെയ്തത്. ഇവിടെ പക്ഷേ x minus mu the whole cube divided by sigma cube ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ട്? കാരണം നമുക്ക് x minus mu യുടെ sum എടുത്താൽ ഞാൻ പറഞ്ഞു that if we take the sum of the deviations from the mean, observations മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നതിന്റെ sum എടുത്താൽ അത് എപ്പോഴും 0 ആയിട്ട് വരുന്നതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ മീൻ അബ്സല്യൂട്ട് ഡീവിയേഷനിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും x മൈനസ് മ്യൂ എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർഡ് എടുക്കാൻ ശ്രമിച്ചു. അപ്പൊ x മൈനസ് മ്യൂ ദ ഹോൾ സ്ക്വയർഡ് എടുക്കുമ്പോഴത്തേനും സൈനിന്റെ എഫക്റ്റ് ഇല്ലാണ്ടാവുകയാണ്. എനിക്ക് സൈൻ വേണം, അതായത് ഏത് ഡയറക്ഷനിലോട്ടാണ് ടെയിൽ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് എന്നുള്ള ഒരു സൈൻ എനിക്ക് വേണം. അതുകൊണ്ട് എനിക്ക് സ്ക്വയർ എടുക്കാനും പറ്റത്തില്ല. സോ ഞാൻ എന്താ ചെയ്യുന്നത്? ക്യൂബ് എടുത്തു. നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ചാൽ ക്യൂബ് ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ക്യൂബിന്റെ വാല്യൂ എടുക്കുന്നത്. Our ultimate aim in skewness is to find the value of the skewness or quantify the length of the tail and in which direction is that tail extending. എനിക്ക് ആ ലെങ്ത്, ടെയിലിന്റെ ലെങ്ത്തും കിട്ടണം, ഏത് ഡയറക്ഷനിലാണ് ടെയിൽ പോകുന്നത്, റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ, അങ്ങനെയുള്ള ഒരു വാല്യൂ കിട്ടണം. അതിനെയാണ് ഞാൻ സ്ക്യൂനെസ് എന്ന് വിളിക്കുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ 0 ആണ്. കാരണം അതിന്റെ ടെയിൽ എങ്ങോട്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നില്ല, അത് 0 ആയി തന്നെ ഇരിക്കും. പക്ഷേ പോസിറ്റീവ്ലി സ്ക്യൂ ഡേറ്റയിൽ റൈറ്റിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യണം. ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇവിടെ നമ്മൾ സം എടുക്കുന്നുണ്ട്, സമ്മേഷൻ ആണ്. എല്ലാ ഒബ്സർവേഷനും സമ്മേഷൻ എടുത്തിട്ട് x മൈനസ് മ്യൂ ആണ് നമ്മൾ സമ്മേഷൻ എടുക്കുന്നതെങ്കിൽ അത് 0 ആയി മാറും. ഇവിടെ നമ്മൾ അതുകൊണ്ട് x മൈനസ് മ്യൂ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്, സിഗ്മ അല്ല, സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, the whole divided by n. Basically we are finding the average of the deviations of every observation from the mean, the whole to the power of 3. It quantifies. ഇതാണ് ആ സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു how much the tail is extending and to which direction. അപ്പൊ അതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സയന്റിസ്റ്റുകാർ ഈ സ്ക്യൂനെസിന്റെ ഇക്വേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. For a positively skewed data, this value should be positive. അതുകൊണ്ടാണല്ലോ അതിനെ പോസിറ്റീവ് skewed എന്ന് വിളിക്കുന്നത്. So ഈ skewness equation should give a positive value for a positively skewed data. അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഡേറ്റ എപ്പോഴും പോസിറ്റീവ് വാല്യൂ ആണ് തരേണ്ടത്. നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസിൽ എടുത്താൽ നമ്മൾ കണ്ടു മാക്സിമം ഒക്കർ ചെയ്യുന്നത് നെഗറ്റീവിലാണ്. ആ മാക്സിമം ഒക്കറൻസ് വരുന്നത് നെഗറ്റീവ് റിട്ടേൺസിലാണ്. വളരെ എക്സ്ട്രീം കേസസിൽ വളരെ ലോ ഫ്രീക്വൻസിയിലാണ് ഹൈ ഗെയിൻസ് വരുന്നത്. എന്നിട്ട് പോലും ഈ പോസിറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ പോസിറ്റീവ് വാല്യൂ തരണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏറ്റവും കൂടുതലുള്ളത് നെഗറ്റീവ് ആണ്, ലോസസ് ആണ്, ഫ്രീക്വന്റ് ആയിട്ടുള്ള ലോസസ് ആണ്. എന്നിട്ട് പോലും ആ ഇക്വേഷൻ പോസിറ്റീവ് തരണമെങ്കിൽ ഈ കുറച്ച് ദിവസങ്ങളിൽ കുറച്ച് ഫ്രീക്വൻസിയിൽ സംഭവിക്കുന്ന ഹൈ റിട്ടേൺസിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എല്ലാ സ്മോൾ റിട്ടേൺസിന്റെ മാഗ്നിറ്റ്യൂഡിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ടാണ് എന്റെ സ്ക്യൂനെസ് ഇക്വേഷൻ പോസിറ്റീവ്ലി സ്ക്യൂ ഡേറ്റയ്ക്ക് പോസിറ്റീവ് വാല്യൂ തരുന്നത്. ഇതിന്റെ magnitude is very much greater than the combined magnitude of all the losses. അതുകൊണ്ടാണ് എനിക്ക് ഈ പറയുന്ന എന്താ പറയാ പോസിറ്റീവ് വാല്യൂ, ആ സ്ക്യൂനെസിന്റെ ഇക്വേഷൻ പോസിറ്റീവ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ഒരു ഇന്റർപ്രിട്ടേഷൻ ആണ് അവിടെ കിട്ടുന്നത്. പോസിറ്റീവ് സ്ക്യൂ ഡേറ്റ ഹാസ് മീൻ ഗ്രേറ്റർ ദാൻ ഇറ്റ്സ് മീഡിയൻ. നമ്മൾ പഠിച്ചു മീനിന്റെ വാല്യൂ എപ്പോഴും മീഡിയനേക്കാൾ, ഇതാണ് മീഡിയൻ, ഇത് മീഡിയൻ, ഇത് മീൻ. സോ മീനിന്റെ വാല്യൂ എന്ന് പറയുന്നത് മീഡിയനേക്കാൾ വലുതാണ്. ദാറ്റ് ഈസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ ഡീവിയേഷൻസ് ഫ്രം ദ മീൻ ആർ നെഗറ്റീവ് ആൻഡ് ഓൺലി ലെസ് ദാൻ ഹാഫ് ഈസ് പോസിറ്റീവ്. And even still, if the stock, if this skewness equation has to be positive, then that means that average magnitude of x minus mu the whole cube divided by sigma cube of the occasional high gains must be greater than the average magnitude
of x minus mu the whole cube divided by sigma cube of the frequent small losses. നമ്മൾ പറഞ്ഞ സംഗതി തന്നെയാണ്. ഇനി അടുത്ത നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ. എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നേരത്തെ പഠിച്ചത് ഇങ്ങനൊരു ലോങ് ടെയിൽഡ് ഇരിക്കുന്നതിനെയാണ് നമ്മൾ പോസിറ്റീവ് ടെയിൽഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ റൈറ്റ് ടെയിൽഡ് എന്ന് വിളിക്കുന്നത്. നെഗറ്റീവ്ലി സ്ക്യൂഡ് എന്ന് പറയുമ്പോഴത്തേനും ആദ്യമേ ടെയിൽ വന്നിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ടെയിൽ വന്നിട്ട് പിന്നെയാണ് നമ്മുടെ പീക്ക് വരുന്നത്. സോ ഇതിനെയാണ് നമ്മൾ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റ എന്ന് വിളിക്കുന്നത്. നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയിട്ട് അവര് എത്രാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യുന്നതെന്നും ചോദിച്ചാൽ അതിനെ നമ്മളൊരു ഗ്രാഫിലേക്ക് റെപ്രസെന്റ് ചെയ്താൽ നമുക്ക് ഏകദേശം ഇതുപോലൊരു വാല്യൂ കിട്ടും. അതായത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ റിട്ടയർ ഇൻ ദ 60 to 70 ഏജ്. വളരെ ചുരുക്കം ആൾക്കാരാണ് അവരുടെ ഏർലി ലൈഫിൽ റിട്ടയർ ചെയ്യുന്നത്. വളരെ അൾട്രാ റിച്ച് ആയിട്ടുള്ള കുട്ടികളൊക്കെയാണ് അവരുടെ ഏർലി ലൈഫിൽ റിട്ടയർ ആവുന്നത്. സോ ഇവിടെ നമ്മൾ ആ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ it is evident from the graph majority of the people are retiring in their 60s and therefore the age bracket of 60 to 70 is the highest frequency. അതായത് ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് 60 to 70 ആണ്. On the other hand, people retiring early in their lives are minority or they are an outliers. We convert the y-axis into probability density and we get something like this. ഞാൻ പറഞ്ഞു ഇവിടെ ലെഫ്റ്റ് ടെയിൽ ആണ് എക്സ്റ്റെൻഡ് ആയിരിക്കുന്നത്. ഇവിടുത്തെ ലെഫ്റ്റ് ടെയിൽ ആണ് ലോങ് എന്ന് പറയുന്നത്. ലോങ് ലെഫ്റ്റ് ടെയിൽ ആണ്. ഇവിടുത്തെ മോഡ് എന്ന് പറയുന്നത് 60 to 70 ഇയേഴ്സ് ആണ്. മീഡിയൻ എന്ന് വെച്ചാൽ മേ ബി 50 ഇയേഴ്സ് എടുത്തോളൂ. മീൻ എന്ന് വെച്ചാൽ ഔട്ട്ലയേഴ്സ് ആയിട്ട് എഫക്ട് ചെയ്യും. സോ ഔട്ട്ലയേഴ്സിന്റെ ഡയറക്ഷനിൽ മീൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേനും ഇതൊരു 40 ഇയേഴ്സ് ആണെന്ന് വെച്ചോളൂ. സോ 40 ഇയേഴ്സ് ഈസ് ലെസ് ദാൻ ദ 50 ഇയേഴ്സ് ഈസ് ലെസ് ദാൻ ദ 60 ഇയേഴ്സ്. സോ 60 ആണ് കൂടുതൽ. ഇത് നെഗറ്റീവ് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ടെയിൽഡ് ഡിസ്ട്രിബ്യൂഷനിൽ mode value is greater than median value is greater than mean. Here the long tail is towards the left. It is known as negatively skewed distribution. Here the mode, the maximum occurring range is 60 to 70. Median, that income that divides the population into two equal halves, should be somewhere in the range of 50 to 60. And mean is somewhere beneath 50. So നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം മോഡിന്റെ വയസ്സാണ് വലുത്, മീനിന്റെ ആണ് ചെറുത്. That is, in a negatively skewed distribution, mean is less than, median is less than mode. Positively skewed, mean is greater than, median is greater than mode ആണ്. ഇനി നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കേസിലേക്ക് എടുക്കുമ്പോഴത്തേക്കിനും സ്റ്റോക്കിൽ ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺസ് വരും. സോ ഇങ്ങനെ ഒരു ഗ്രാഫ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് റിട്ടേൺസ് കിട്ടണമെങ്കിൽ അത് ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹൈ ഗെയിൻസ്, ഇത് പോസിറ്റീവ് റിട്ടേൺസ് ആണ്, ഇത് പോസിറ്റീവ് റിട്ടേൺസും ഇത് നെഗറ്റീവ് റിട്ടേൺസ് ആണ്. സോ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഹൈ ഗെയിൻസും വളരെ ഒക്കേഷണലി ഉള്ള ഹൈ ലോസസും ആണ് ഈ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത്. If a stock returns looks like a negatively skewed, then it means that the stock is having frequent small gains and a few extreme losses. Long tail towards the left. Left is negative returns. They frequent small gains. എനിക്ക് 5 to 15% ഇടയ്ക്കാണ് എൻ്റെ യൂഷ്വലി ആ സ്റ്റോക്ക് റിട്ടേൺ തരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഫ്രീക്വൻസി ഇവിടെ ആയിരിക്കും കൂടുതൽ. വളരെ ഒക്കേഷണലി ആണ് എനിക്ക് എക്സ്ട്രീം ആയിട്ടുള്ള ലോസസ് തരുന്നത്. സോ ഇവിടെയും നമ്മൾ ആ ഈ ലോങ് ടെയിലിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്ക്യൂനെസിന്റെ ഇക്വേഷനിൽ ഇടുമ്പോഴത്തേക്കിനും ഈവൻ ദോ മൈ ഫ്രീക്വൻസി ഓഫ് ദി ഗെയിൻസ് ഈസ് ഹയർ, my equation gives me negative value. So ആ നെഗറ്റീവ് വാല്യൂ എനിക്ക് ഇക്വേഷൻ തരണമെങ്കിൽ the magnitude of this extreme occasionally high losses should be greater than the magnitude of the combined high gains that the stock gives. അതാണ് ഈ ഗ്രാഫിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത്. The skewness value of a negatively skewed distribution has to be negative, but by looking at the median line in the graph, we can observe that the majority of the returns are positive. നമ്മൾ പറഞ്ഞു majority of the returns are positive and only a small number of negative losses. Even still, if the skewness has to be negative, then it means that the magnitude of losses is very much greater than the magnitude of gains combined. Therefore, as an investor, for a given expected return and standard deviation, you should always be attracted by the positive skew. അതായത് സ്ക്യൂനെസ് എവിടെയാണോ പോസിറ്റീവ് ആയിട്ടുള്ളത്
അവിടെ ആയിരിക്കണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പോസിറ്റീവ് സ്ക്യൂ ഇസ് വാട്ട് യു ഷുഡ് ബി ലുക്കിംഗ് ഫോർ. That is, select a distribution in which the skewness equation gives a positive value. Skewness of a normal distribution എന്ന് പറയുന്നത് 0 ആണ്. Skewness of a normal distribution is 0. പോസിറ്റീവ്ലി സ്ക്യൂഡും നെഗറ്റീവ്ലി സ്ക്യൂഡും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ കാല് ഓർത്താൽ മതി, നമ്മുടെ ഫീറ്റ് ഓർത്താൽ മതി. ആദ്യമേ പൊങ്ങി പിന്നെ താഴേക്ക് ലോങ് ടെയിൽഡ് ആയിട്ട് പോകുന്നതിനെയാണ് റൈറ്റ് ഫൂട്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സ്ക്യൂഡ്. ആദ്യമേ പൊങ്ങി പിന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് ഹൈറ്റ് കുറഞ്ഞു പോകുന്നതിനെയാണ് നെഗറ്റീവ് സ്ക്യൂഡ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ലെഫ്റ്റ് ടെയിൽ, ലോങ് ലെഫ്റ്റ് ടെയിൽ എന്ന് വിളിക്കുന്നതിനെ നെഗറ്റീവ്ലി സ്ക്യൂഡ് ഡേറ്റയാണ്. പോസിറ്റീവ് സ്ക്യൂ ഡേറ്റയിൽ മീൻ ഈസ് ഗ്രേറ്റർ ദാൻ മീഡിയൻ ഈസ് ഗ്രേറ്റർ ദാൻ മോഡ് ആണ്. നെഗറ്റീവ്ലി സ്ക്യൂഡില് മീൻ ഈസ് ലെസ് ദാൻ മീഡിയൻ ഈസ് ലെസ് ദാൻ മോഡ് ആണ്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യമേ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടു, പിന്നെ നമ്മൾ സ്ക്യൂനെസ്സും കണ്ടു. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പോലെ ഇരിക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ ഏതൊരു ഡേറ്റ എടുത്താലും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിട്ടുമെന്ന് കണ്ടു. പിന്നെ ചില ഡേറ്റാസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അത് ഒരു സൈഡിലേക്ക് എക്സ്ട്രീം വാല്യൂസ് കിടക്കുന്നത് കണ്ടു. സോ ഈ എക്സ്ട്രീം വാല്യൂസിന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ റിസ്കിലുള്ള ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാണ് എന്നാണ് അർത്ഥം. സോ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും എക്സ്ട്രീം വാല്യൂസിൽ അല്ലെങ്കിൽ ഔട്ട്ലയേഴ്സിന്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് യൂഷ്വലി അവോയ്ഡ് ചെയ്യും. അപ്പം കർട്ടോസിസ് വഴി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണല്ലോ ഇരിക്കുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് അതിന്റെ ടെയിലൻസ് അല്ലെങ്കിൽ ആ എക്സ്ട്രീം ഔട്ട്ലയേഴ്സ് 3 സിഗ്മയുടെ ശേഷം നടക്കുന്ന റിട്ടേൺസിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇത്രയുമാണ് അല്ലേ. സോ ഈ ഫ്രീക്വൻസി കൂടുതലോ കുറവോ ആവുന്നെങ്കിൽ എങ്ങനെയായിരിക്കും ഈ ഗ്രാഫ് ചേഞ്ച് ചെയ്യുന്നത്, അക്കോർഡിംഗ്ലി ഗ്രാഫ് എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് കർട്ടോസിസ് പറയുന്നത്. അതായത് ബേസിക്കലി ടെയിൽ എൻഡിൽ നടക്കുന്ന ഇവന്റ്സിന്റെ ഫ്രീക്വൻസി കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മുടെ ഗ്രാഫിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് എന്നുള്ളതാണ് കർട്ടോസിസ് പറയുന്നത്. കർട്ടോസിസിൽ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സോ ഇവിടെ സിമെട്രിക്കൽ ആയിരിക്കും ഡേറ്റ. ലെഫ്റ്റ് ടെയിലിൽ നമ്മൾ എന്ത് ചേഞ്ചസ് വരുത്തണോ അത് റൈറ്റ് ടെയിലിലും ചേഞ്ച് ചെയ്യുന്നുണ്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നമ്മുടെ സ്ക്യൂനെസ്സിൽ നമ്മുടെ ഡേറ്റ, നമ്മുടെ ഗ്രാഫ് സിമെട്രിക്കൽ അല്ല, അത് അസിമെട്രിക്കൽ ആണ്. കർട്ടോസിസിൽ പക്ഷേ നമ്മുടെ ഗ്രാഫ് സിമെട്രിക്കൽ ആണ്. How frequently the extreme outcomes will occur when compared to a normal distribution. ഇതാണ് കർട്ടോസിസിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. ബട്ട് വി ആർ കമ്പയറിംഗ് വിത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. നമുക്ക് സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചും കമ്പയർ ചെയ്യാം, പക്ഷെ നമ്മൾ ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. സെയിം മീൻ ആൻഡ് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒബ്സർവേഷൻ, ബട്ട് ദ ഫ്രീക്വൻസി ഓഫ് ദി ഒബ്സർവേഷൻ ചേഞ്ചസ്. അതായത് നമ്മൾ കഴിഞ്ഞ 10 വർഷത്തെ ഡേറ്റ എടുക്കുവാണ്. നമ്മൾ ഡേറ്റ എടുത്തിട്ട് ആ 10 വർഷത്തിലെ ഡേറ്റ എക്സ്ട്രീം ഇവന്റ്സ് കൂടിയാൽ എന്ത് സംഭവിക്കും, കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. As an investor, if the probability of the extreme events അല്ലെങ്കിൽ outcomes increases, then it denotes increasing risk in that investment. We are comparing normal distributions made with the same set of observation, therefore the same number of observation, mean and standard deviations remain the same. The only thing we are going to vary is the frequency of that particular return range. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ മീനും സെയിം ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും സെയിം ആണ്, നമ്പർ ഓഫ് ഒബ്സർവേഷൻസും സെയിം ആണ്. ആകെ കൂടി നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ഓരോ പോയിന്റിലുള്ള, ഓരോ റിട്ടേൺസ് റേഞ്ചിലുള്ള ഒബ്സർവേഷൻസിന്റെ എണ്ണം നമ്മൾ മാറ്റുവാണ്. നമ്മൾ ടെയിലെൻഡിലാണ് ഫോക്കസ് ചെയ്യുന്നത്, കാരണം എക്സ്ട്രീം ഔട്ട്കംസ് നടക്കുന്നത് ടെയിലെൻഡിലാണ്. സോ ഇവിടുത്തെ വിഡ്ത്തിൽ വരുന്ന ചേഞ്ചസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. In a normal distribution, the extreme events happenings are rare. Already rare ആയിട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ്ട്രീം ഇവന്റ്സ് ഹാപ്പൻ ചെയ്യുന്നത്. But the probability, they do happen, but the probability is very, very less. So, since we are concerned about the extreme events happening, we will focus on the tail end of the normal distribution. If the extreme events happening probability increases, then it means that the number of days the extreme events happened has increased, or the frequency has increased. But we know that the number of observations is fixed. ഇതാണ് നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ്. ഇവിടുത്തെ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ഫിക്സ്ഡ് ആണ്, മീൻ ഫിക്സ്ഡ് ആണ്,
ഇതാണ് മീൻ വാല്യൂ. മീൻ ഫിക്സ്ഡ് ആണ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫിക്സ്ഡ് ആണ്, എല്ലാമേ ഫിക്സ്ഡ് ആണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ്, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇത് ഇങ്ങനെ ഒരു ഇങ്ങനൊരു ഷേപ്പിലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇങ്ങനൊരു ഷേപ്പിലാണ് ആ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇരിക്കുന്നത്. നമുക്കിനി ഈ പറയുന്ന ടെയിൽ എൻഡ്സിൽ ഉള്ള ഇവന്റ്, അതായത് എക്സ്ട്രീം ആയിട്ടുള്ള ഇവന്റ്സിന്റെ ഔട്ട്കം ഇൻക്രീസ് ആയാൽ, അല്ലെങ്കിൽ ഈ പെർട്ടിക്കുലർ ഇവിടുത്തെ ഓരോന്നിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ പോവാണ്. ഈ ടെയിൽ എൻഡ്സിലുള്ള ഫ്രീക്വൻസി നമ്മൾ കൂട്ടാൻ പോവാണ്. ഈ ഫ്രീക്വൻസി നമ്മൾ കൂട്ടി വരുവാണ്. നമ്മൾ പറഞ്ഞു ഇത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് ഒരു എൻഡിൽ, ഒരു ടെയിൽ എൻഡിൽ സംഭവിക്കുന്നതിനെ മറ്റേ ടെയിൽ എൻഡിൽ നമ്മൾ റിഫ്ലക്ട് ചെയ്യണം. അപ്പം ഫാറ്റ് എൻഡ്, നമ്മൾ ഈ ടെയിൽസിനെ നമ്മൾ ഫാറ്റൻ ചെയ്യുവാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഫ്രീക്വൻസിന്റെ ഒക്കർ ചെയ്യുന്ന ഫ്രീക്വൻസിനെ നമ്മൾ കൂട്ടുവാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷനകത്ത്, ഈ പർട്ടിക്കുലർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസിൽ ഒരു n നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് ഉള്ളത്. സോ ഈ n നമ്പർ ഓഫ് ഒബ്സർവേഷൻസിൽ ഈ ടെയിൽ എൻഡിലുള്ള ഒബ്സർവേഷൻസിലെ എണ്ണം കൂട്ടിയാൽ, ഒബ്സർവേഷൻ കൂട്ടിയാൽ ബാക്കിയുള്ള ഏതൊക്കെയോ റേഞ്ചസിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ട് വേണം ആ ഒബ്സർവേഷൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് ഈ സെൻട്രൽ വാല്യൂ തൊട്ട് ഈ ടെയിൽ എൻഡ് വരെയുള്ള ഏത് ബ്രാക്കറ്റിലുള്ള വാല്യൂസിൽ നിന്നും നമുക്ക് ഒബ്സർവേഷൻ കടമെടുക്കാം. യൂഷ്വലി നമ്മൾ സെൻട്രൽ വാല്യൂ എന്ന ഡേറ്റയിൽ നമ്മൾ തൊടാറില്ല, കാരണം അതാണ് മാക്സിമം ഒക്കറിങ് എന്താ പറയാ ഫ്രീക്വൻസി. സോ അത് നമ്മൾ തൊടാറില്ല. പകരം നമ്മൾ ഈ ടെയിൽ എൻഡിലും സെൻട്രൽ റീജിയന്റെയും ഇടയ്ക്ക് കിടക്കുന്ന ഈ പെർട്ടിക്കുലർ ബ്രാക്കറ്റ്സിലുള്ള ഒബ്സർവേഷൻസിൽ നമ്മൾ കടമെടുക്കും. ഇങ്ങനെ കടമെടുക്കുമ്പോൾ എന്താ പറ്റുന്നത്, ഇവിടെ ഇപ്പൊ ഇത്രയും ഹൈറ്റ് ഉണ്ട്, ഈ ഹൈറ്റ് കുറഞ്ഞു, ഈ ഹൈറ്റ് ഇത്രയുമായി, ഈ ഹൈറ്റ് ഇത്രയുമായി, ഈ ഹൈറ്റ് ഇത്രയായി. അതായത് ഹൈറ്റ് കുറഞ്ഞു വരുവാണ്. ഹൈറ്റ് കുറയുമ്പോഴത്തേക്കും എന്താണ്, ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇവിടെ ഈ ഫാറ്റ് ടെയിൽ എൻഡ്സിനെ നമ്മൾ ഫാറ്റ് ആക്കി. സോ ഇവിടെ നമ്മുടെ ഫാറ്റ് ആയിട്ട് പോവുകയും നടുക്കുള്ള റീജിയൻ കുറഞ്ഞു വരികയും പിന്നെ മുകളിലോട്ട് പോയി പിന്നെ എഗെയിൻ ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ താഴേക്ക് വന്ന് പിന്നെ ആയിരിക്കും ആ ടെയിൽ എൻഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു പോകുന്നത്. ഓക്കെ, സോ ഞാൻ റിമൂവ് ചെയ്തു. നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഗ്രാഫ് ഇരിക്കുന്നത്, സോറി കേട്ടോ. ഇനി നമ്മുടെ ഫാറ്റ് നമ്മുടെ ടെയിൽസിനെ ഫാറ്റ് ആക്കുമ്പോഴത്തേക്കിനും ഈ ഫാറ്റ് ഇങ്ങനെ പോയി ഇവിടുന്നാണ് നമ്മൾ കടമെടുക്കുന്നത്. സോ ഇവിടുത്തെ ലെങ്ത് കുറഞ്ഞുകൊണ്ട് ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ താഴേക്ക് പോയി ഇങ്ങനെയായിരുന്നു വരുന്നത്. അതായത് ടെയിൽസിനെ നമ്മൾ ഫാറ്റ് ആക്കി മാറ്റി. അതായത് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ടെയിലിനേക്കാൾ ഫാറ്റായി, അല്ലെങ്കിൽ അവിടുത്തെ ടെയിൽസിനെ നമ്മൾ തിക്കാക്കി മാറ്റി. ഓക്കെ, സോ ബേസിക്കലി കർട്ടോസിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ തിക്നെസ് ടെയിൽ രണ്ട് എൻഡിലെയും ടെയിൽ എൻഡിലുള്ള തിക്നെസ്സിനെ ക്വാണ്ടിഫൈ ചെയ്യുകയാണ്. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ എക്സസ് വാല്യൂ ആണ് ഇപ്പൊ നമ്മുടെ ഫാറ്റ് ടെയിലുള്ള കർട്ടോസിസ്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലെപ്റ്റോകർട്ടിക് എന്ന് വിളിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ എക്സ്ട്രീം വാല്യൂസ് ഫ്രീക്വൻസി ഒക്കർ ചെയ്യുന്നത് കൂടുതലാണ് ഈ പറയുന്ന ലെപ്റ്റോകർട്ടിക്കിൽ. ഇനി വേറൊരു ഐറ്റം ഉണ്ട്, പ്ലാറ്റികർട്ടിക് എന്ന് പറയും. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സെറ്റ് ഓഫ് ഒബ്സർവേഷൻസ് ഉണ്ട് അല്ലെ നമ്മുടെ ടെയിൽ എൻഡിൽ, ആ ഒബ്സർവേഷനേക്കാൾ കുറവ് പ്രോബബിലിറ്റിയിൽ റിട്ടേൺസ് വന്നാൽ നമ്മൾ ഇവിടെ ഉള്ള റിട്ടേൺസിനെ നമ്മൾ ഇവിടുന്ന് കടവാണ് നമ്മുടെ ലെപ്റ്റോകർട്ടിക്കിൽ അല്ലെങ്കിൽ ഫാറ്റ് ടെയിൽ ഉണ്ടാക്കാൻ വേണ്ടി എടുത്തത്. ഇനി അതിനെ തിൻ ടെയിൽഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്നുള്ള റിട്ടേൺസിനെ ഇങ്ങനെ പോകും. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ മേലെ കൂടെ പോയിട്ട് ഇങ്ങനെ വന്നിട്ട് ഇത് തിൻ ടെയിൽഡ് ആവും. ഓക്കെ, ഷേപ്പില് ക്ഷമിക്കണം, അത് ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരുന്നതാണ്. എനിവേസ്, നമ്മൾ തിൻ ടെയിൽഡ് ആക്കുമ്പോഴത്തേക്കിനും ഇവിടെ ഉള്ള ഒബ്സർവേഷൻസിനെ നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യുവാണ്. നമ്മുടെ മീൻ വാല്യൂല് സെൻട്രൽ റീജിയനിൽ നമ്മൾ ഒന്നും ചെയ്യത്തില്ല, പകരം നമ്മൾ ആ സെൻട്രൽ റീജിയന്റെയും ആ ടെയിൽ എൻഡിന്റെയും ഇടയ്ക്കുള്ളതിനകത്തോട്ട് നമ്മൾ ഇട്ടുകൊടുക്കും.
നമ്മൾ തിൻ ടെയിൽഡ് ആക്കാൻ വേണ്ടിയിട്ട്. തിൻ ടെയിൽഡ് ആകുമ്പോഴത്തേക്കിനും അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റികർട്ടിക് അഥവാ നോർമൽ ഡിസ്ട്രിബ്യൂഷനേക്കാൾ കുറവ് ചാൻസസ് ആണ് എക്സ്ട്രീം ഇവന്റ്സ് ഹാപ്പൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി. സോ അതിനെയാണ് നമ്മൾ പ്ലാറ്റികർട്ടിക് എന്ന് വിളിക്കുന്നത് അഥവാ തിൻ ടെയിൽഡ് എന്ന് വിളിക്കുന്നത്. For the tail end observations to increase, it should borrow from other central regions. This borrowings can be taken from the observations of the mean or the returns adjacent to the mean. Usually we keep the mean intact because it is where the maximum observations occur. Instead, we borrow from the surrounding observations of the mean. നമ്മൾ കണ്ടു. That is, our distribution's tail end has become fat. This is known as positive excess kurtosis or leptokurtic or fat tailed distribution. നമ്മുടെ ടെയിലിനെ നമ്മൾ ഫാറ്റ് ആക്കി മാറ്റി. അഥവാ നമ്മുടെ നോർമൽ ഡിസ്ട്രിബ്യൂഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ടെയിൽ എൻഡിനെ ഫാറ്റ് ആക്കി മാറ്റി. അതിനെ വിളിക്കുന്ന പേരാണ് ലെപ്റ്റോകർട്ടിക് അഥവാ അവിടെ ടെയിൽ എൻഡിൽ നടക്കുന്ന ഇവന്റ്സിന്റെ പ്രോബബിലിറ്റി നമ്മൾ increase ചെയ്തു. The probability of extreme events happening is higher than that of a normal distribution. അതിനെ വിളിക്കുന്ന പേരാണ് leptokurtic എന്ന് പറയുന്നത്. Kurtosis actually quantifies the probability of the extreme events happening, quantifies the tail end of the distribution. രണ്ട് tail endലും ഉള്ള ഡിസ്ട്രിബ്യൂഷൻസ് എത്രത്തോളം നോർമൽ ഡിസ്ട്രിബ്യൂഷനുമായിട്ട് വേരി ചെയ്യുന്നുണ്ട് എന്നുള്ള ആ ഒരു തിക്നെസ്സിനെ ക്വാണ്ടിഫൈ ചെയ്യുന്നതാണ് കർട്ടോസിസ് ചെയ്യുന്നത്. രണ്ട് ടെയിൽ എൻഡിലും ഉള്ള, ഓക്കെ, അത് തെറ്റരുത്, രണ്ട് ടെയിൽ എൻഡ്. ഹൗ മച്ച് പ്രോബബിലിറ്റി ഇസ് ദെയർ ഫോർ ദ എക്സ്ട്രീം റിട്ടേൺസ് ടു ഹാപ്പൻ ഓൺ ബോത്ത് ദി എൻഡ്സ് ബിയോണ്ട് സേ 3% ഓഫ് ദ മീൻ. അതായത് മീൻ വാല്യൂവിൽ നിന്നും ഇത് 1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഈ 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കഴിഞ്ഞുള്ള ടെയിലിന്റെ തിക്നെസ് പറ്റിയിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ രണ്ട് സൈഡിൽ നോക്കണം. ഈ പറയുന്ന ഇവിടെയുള്ള 3 സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ശേഷമുള്ള തിക്നെസ്സിനെ പറ്റിയിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അത് 2 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, 4 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അങ്ങനെ പല ഇഷ്ടമുള്ള വാല്യൂ നമുക്ക് അനലൈസ് ചെയ്യാം. Suppose the probability of the extreme events happening are less than that of normal distribution. അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു എക്സ്ട്രീം ഇവന്റ് ഹാപ്പൻ ചെയ്യുന്ന ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതിലും താഴെ പ്രോബബിലിറ്റി വന്നാൽ ആ ടെയിൽ എൻഡിന്റെ തിക്നെസ്സിനെ നമ്മൾ കുറയ്ക്കുവാണ്. ആ കുറയ്ക്കണമെങ്കിൽ അവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്സർവേഷനെ നമ്മൾ തിരിച്ച് മറ്റുള്ള ഒബ്സർവേഷനിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കണം. റീഅസൈൻ ദോസ് ഒബ്സർവേഷൻസ് ടു സം അതർ സെൻട്രൽ റീജിയൻസ് റിട്ടേൺ റേഞ്ച്. As discussed previously, we won't interfere with the mean returns range. Instead, we add the additional observations to the regions surrounding the mean. That is, our distribution's tail end has become thin. This is known as negative excess kurtosis or platykurtic or thin-tailed distribution. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു സെറ്റ് ഓഫ് പ്രോബബിലിറ്റി ഉണ്ട് ഫോർ ദ എക്സ്ട്രീം ഇവന്റ്സ് ടു ഹാപ്പൻ. അതിനേക്കാൾ പ്രോബബിലിറ്റി കുറഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റികർട്ടിക് അഥവാ തിൻ ടെയിൽ. നമ്മൾ ടെയിൽ എൻഡിനെ തിൻ ആക്കി മാറ്റി. അതിന് നെഗറ്റീവ് എക്സസ് കർട്ടോസിസ്, അതായത് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു ടെയിൽ എൻഡിന് ഒരു തിക്നെസ് ഉണ്ട്. ആ തിക്നെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെഗറ്റീവ് തിക്നെസ് അല്ലെങ്കിൽ കുറവ് തിക്നെസ് ആണ് ഇപ്പം ഈ തിൻ ടെയിൽഡിന് ഉള്ളത്. There is a low probability of extreme event happening. Then it is known as platykurtic. In the context of kurtosis, normal distribution we initially use to compare the fat tail or thin tail is known as mesokurtic. So there is leptokurtic, which is fat tail, mesokurtic, which is the usual normal distribution, and platykurtic, which is thin tail. So ഇത് confusion വരാതിരിക്കുക. leptokurtic എന്ന് വെച്ചാൽ fat tailed ആണ്. കർട്ടോസിസിനെ നമ്മൾ ക്വാണ്ടിഫൈ ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. നമുക്ക് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ പോലെ സിമിലർ ആയിട്ട് തോന്നും, സെയിം തന്നെയാണ്. ഇവിടെ ക്യൂബിന് പകരം നമ്മൾ റേസ് ടു ദ പവർ 4 ആണ് എടുത്തിരിക്കുന്നത്. കാരണം നോർമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കൊണ്ട് ഇവിടെ സൈനിന്റെ എഫക്റ്റ് നമുക്ക് റിമൂവ് ചെയ്യണം. സൈനിന്റെ എഫക്റ്റ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂബ് അല്ലാതെ റേസ് ടു 4 എടുക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് സ്ക്വയർ എടുത്തില്ല? സ്ക്വയർ എടുക്കാത്തതിന്റെ കാരണം നമ്മൾ ഇവിടെ ടെയിൽ എൻഡിലുള്ള ഇവന്റ്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് വളരെ കുറച്ച് ഫ്രീക്വൻസിയിലേ അവിടെ നടക്കുന്നുള്ളൂ. സോ ആ വളരെ കുറച്ച് നടക്കുന്ന ഫ്രീക്വൻസിയുടെ എഫക്റ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാൻ അല്ലെങ്കിൽ എന്താ പറയാ ആംപ്ലിഫൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേസ് ടു ദ പവർ 4 എടുക്കുന്നത്. റേസ് ടു 2 എടുക്കാം, പ്രശ്നമില്ല. പക്ഷെ ആംപ്ലിഫൈ ചെയ്യാൻ ആ എഫക്റ്റിന്റെ ആ ടെയിൽ എൻഡിൽ നടക്കുന്ന ഡീവിയേഷൻസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേസ് ടു ദ പവർ 4 എടുക്കുന്നത്.
Mathematically, the kurtosis equation, നമ്മൾ നേരത്തെ കണ്ട kurtosis equation gives a kurtosis value of 3 for normal distribution or mesokurtic. Mesokurticന്റെ kurtosis value എന്ന് പറയുന്നത് 3 ആണ്. Since we are comparing the fat tail and thin tail with the normal distribution, we always express it as excess kurtosis. അതായത് ഒരു leptokurtical excess kurtosis ആണ്, ഒരു platykurtical എന്താണ് നെഗറ്റീവ് എക്സസ് കർട്ടോസിസ് ആണ്. ലെപ്റ്റോകർട്ടിക്കൽ പോസിറ്റീവ് എക്സസ് കർട്ടോസിസും പ്ലാറ്റികർട്ടിക്കൽ നെഗറ്റീവ് എക്സസ് കർട്ടോസിസും ആണുള്ളത്. ജസ്റ്റ് ടു റിമൈൻഡ് ദ എക്സസ്, ദിസ് ഇസ് ദി എക്സസ് കമ്പൈൻഡ് വെയിറ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ദ ടെയിൽസ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് ടെയിൽ ലെങ്തിലും ഉള്ള ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബബിലിറ്റി ആണ്. ലെപ്റ്റോകർട്ടിക് അഥവാ ഫാറ്റ് ടെയിൽ ഹാസ് കർട്ടോസിസ് എബവ് 3. പ്ലാറ്റികർട്ടിക് ഓർ തിൻ ടെയിൽ ഹാസ് കർട്ടോസിസ് ലെസ് ദാൻ 3. ദ സ്റ്റോക്ക് റിട്ടേൺ, നമ്മുടെ സ്റ്റോക്കിന്റെ റിട്ടേൺസിന്റെ ഗ്രാഫ് എടുത്ത് നോക്കിയാൽ അത് എപ്പോഴും ഫാറ്റ് ടെയിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ ലെപ്റ്റോകർട്ടിക് ആയിരിക്കും. അതായത് the extreme returns happening are more often than an otherwise normal distribution. നിങ്ങൾക്ക് വെറുതെ ഒരു ഗ്രാഫ് തന്നിട്ട് അത് ലെപ്റ്റോകർട്ടിക് ആണോ പ്ലാറ്റികർട്ടിക് ആണോ മെസോകർട്ടിക് ആണോ എന്ന് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അവരൊരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കും. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ ഒരു പെർട്ടിക്കുലർ റിട്ടേൺസ് റേഞ്ച് ആണ്, അതായത് അതിന്റെ മീൻ റിട്ടേൺ കാണും. പിന്നെ എക്സ്ട്രീം ഇവന്റ്സിലും അതിന്റെ ഒരു എന്താ പറയാ റിട്ടേൺസ് റേഞ്ചും ആണ്. അപ്പം ഈ പറയുന്ന റിട്ടേൺസ് റേഞ്ച് ആ ലൈനിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ, ഇവിടുത്തെ ഉള്ള റേഞ്ച് ഈ റിട്ടേൺസ് ഈ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ലൈനിൽ കൂടെ ആണ് പോകുന്നതെങ്കിൽ then it is മെസോകർട്ടിക്. അതല്ല ഇവിടുന്നുള്ള ലൈനിനേക്കാൾ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനിനേക്കാൾ താഴെയാണ് ഇരിക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് എന്താ പറയാ ഫാറ്റ് ടെയിൽ. കാരണം എന്തിനാണ് ഇവിടെ കുറഞ്ഞിരിക്കുന്നത്? ഈ ടെയിൽ എൻഡിനെ ഫാറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടുന്ന് കടമെടുത്തിട്ടാണ് ഇങ്ങോട്ട് ആഡ് ചെയ്തത്. സോ ഇവിടുത്തെ ഹൈറ്റ് കുറയും. സോ ഈ ടെയിൽ എൻഡിനെ ഫാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലെപ്റ്റോകർട്ടിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഹൈറ്റ് കുറഞ്ഞിരിക്കുന്നത്. സോ ഇവിടുത്തെ ലൈനിനേക്കാൾ താഴെയാണ് ഈ റിട്ടേൺസ് റേഞ്ചിന്റെ ഡീവിയേഷൻ എങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ലെപ്റ്റോകർട്ടിക്. ഇനി അതല്ല ഈ ഇവിടെ തിൻ ടെയിൽഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിൽ ഈ ലൈനിന്റെ മുകളിലേക്ക് ഈ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കും ഇവിടെ ഉള്ള റിട്ടേൺസിന്റെ ഒബ്സർവേഷൻസ്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്ലാറ്റികർട്ടിക്. അഥവാ ടെയിൽ എൻഡിനെ തിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഒബ്സർവേഷൻസിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തിട്ടേക്കുന്നു. അതുകൊണ്ടാണ് അവിടെ എക്സസ് ഒബ്സർവേഷൻസ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സ്ക്യൂനെസ്സും കർട്ടോസിസും പിന്നെ നോർമൽ ഡിസ്ട്രിബ്യൂഷനും പറ്റി പഠിപ്പിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ലെവൽ 1, ലെവൽ 2, ലെവൽ 3യിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എനിവേസ് നെക്സ്റ്റ് നമുക്ക് കോറിലേഷനും കോവേരിയൻസിനെ പറ്റിയൊക്കെ പഠിക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.